മനസ്സിലൊരു ആശ്വാസം തോന്നി. ഇപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഉപദേശിയൊക്കെ പോയി കാണും, കാരണം വെള്ളിയാഴ്ച രാവിലത്തെ ഹോളിലെ പ്രാർത്ഥനയുണ്ടല്ലോ, അതിന് പോയി കാണും എന്നൊക്കെ ആശ്വസിച്ചു വന്നു. അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഗുരുമായ പ്രാർത്ഥന നടക്കും. ഞാൻ ആരും അറിയാതെ പുറകിൽ കൂടെ വന്ന് പുറകിൽ തലയെ മുണ്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്നു, എന്നെ ആരും കാണരുതെന്നുള്ളത് വെച്ച്. അങ്ങനെ പക്ഷെ എന്നെ ആരും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും സകലരെയും കാണുന്ന ദൈവത്തിന്റെ കണ്ണ് എൻ്റെ മേൽ പതിഞ്ഞു. ഇവിടെ പാസ്റ്റർ തന്നെ ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യർ കൊല്ലുവാൻ ആരംഭിച്ചു, ഒരു വലിയ കോട്ടയ്ക്കൊക്കെ തടച്ചിട്ടു, കല്ലേറുണ്ടായി, സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ടേച്ച് ഉപദ്രവിച്ചു. അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ബ്രദറ് എന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. നാഗ്പൂരില് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ എന്നെ വിസിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ അന്ന് കത്താ, ഫോണൊന്നുമില്ല. കത്ത് വായിച്ച് ഞാൻ ആ വാതിലിന്റെ അവിടെ ഉമ്മറപ്പടി അതേലങ്ങ് ഇരുന്നു പോയി. എനിക്ക് എത്ര നിമിഷം ഇരുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത്. കർത്താവേ, അദ്ദേഹം കടന്നു വരും. ഇന്ന് വൈകിട്ട് കത്തെഴുതിയിട്ട് ചില ദിവസങ്ങളായി, അത് കിട്ടിയപ്പോഴത്തേന് അദ്ദേഹം ഇങ്ങെത്താറ്. ഞാൻ എൻ്റെ ഒന്ന് വരുമ്പോഴൊന്ന് കൊടുക്കാൻ, ഒരു ചായ കൊടുക്കാൻ പോലും ഒന്നും ഇവിടെയില്ല. കർത്താവിന്റെ ദാസൻ അവിടെ ഇല്ല, എങ്ങോ യാത്രയിൽ സുവിശേഷ പ്രവർത്തനമായിട്ട് പോയിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ മണലിനകത്ത് ചില നാണയങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് തോന്നി. ഞാനതോർത്ത് എൻ്റെ ആഗ്രഹം കാഴ്ചയിലൂടെ കാണുകയായിരിക്കുന്നു കണ്ട. പിന്നെ അങ്ങ് പിടിച്ചവിടങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും തിളങ്ങി. ഞാൻ എഴുന്നേറ്റ് അതെടുത്തപ്പം ചലഞ്ചുകൾ ഒത്തിരിയുണ്ട്. എന്നാൽ നമ്മൾ ചലഞ്ചുകളിൽ അല്ല നമ്മുടെ കണ്ണ് പതിക്കേണ്ടത്. ചലഞ്ചുകൾക്ക് ഉപരിയായിട്ട് നമ്മുടെ മിഷനെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ ഉറപ്പിച്ചു നാം ഉദ്ദേശശുദ്ധിയോടെ, ജീവിത വിശുദ്ധിയോടെ, തീരുമാനത്തിന്റെ ശക്തിയോടെ നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ലജ്ജിക്കുക. എൻ്റെ അനുഭവം അത്ര വലിയ പ്രസിദ്ധമായതൊന്നുമല്ല. എന്നാൽ സാധാരണ രീതിയിലുള്ളതായ ആരംഭവും പ്രവർത്തനങ്ങളും അതിനെ ദൈവം വളർത്തിയെടുത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ മാതാവും പിതാവും വളരെ ഉത്സാഹത്തോടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഇളയ കുഞ്ഞ് ചെറുതാ. എന്നിരുന്നാൽ തന്നെയും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പ്രാർത്ഥനകൾക്ക് രാത്രിയിലൊക്കെ പോവുകയും ടോർച്ചും വെച്ച് പോവുകയും ഞങ്ങളെ ഉത്സാഹിപ്പിക്കുകയും വേദവാക്യങ്ങൾ മനഃപ്പാഠമാക്കുവാൻ ഞങ്ങളെ ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആത്മീയമായ വളരെ സന്തോഷത്തോടും സങ്കലനത്തോടും കൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്ക് 10 വയസ്സുള്ളപ്പോഴേ എൻ്റെ അമ്മ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയരുവാനിടയായി. ദൈവസ്നേഹമാകുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്, ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വന്നു അതൊക്കെ എത്രത്തോളം അത് യാഥാർത്ഥ്യമാണ്. ദൈവസ്നേഹമാണെങ്കിൽ എൻ്റെ മാതാവിനെ എന്തിനാ ഈ ലോകത്തിൽ നിന്ന് മാറ്റി ഞങ്ങൾ കുഞ്ഞുങ്ങൾ അനാഥരായി, എൻ്റെ പിതാവ് ഒറ്റയ്ക്കായിപ്പോയി, എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുള്ള ആ ഒരു ഭീതിയും സങ്കടവും കൊണ്ട് എൻ്റെ മനസ്സെപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരുന്നു. ഞാൻ അധികം ആരോടും പിന്നെ വർത്തമാനം പറയാറില്ല. ഒറ്റയ്ക്കായി ഇങ്ങനെ സഞ്ചരിക്കും. ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ചു. ഒരു കാത്തിരിപ്പ് യോഗ, നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്രവചന ശുശ്രൂഷയുള്ള ഒരു ദേവദാസൻ പാസ്റ്റർ മോസസ്, നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ കേട്ട് കാണുമെന്ന് അറിയത്തില്ല. അദ്ദേഹം വന്നിരുന്നു. കാത്തിരിപ്പ് യോഗമായിരുന്നു. ജനങ്ങൾ അഭിഷേകം പ്രാപിക്കണം, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം, ഇതായിരുന്നു ഉദ്ദേശം. അപ്പം എൻ്റെ പിതാവ് ഇത്രയും കഷ്ടമൊക്കെ സഹിച്ചാലും ആത്മീയത്തിൽ ഒട്ടും തളർന്നില്ല. മുമ്പോട്ട് നിന്ന് ഒറ്റ മീറ്റിംഗ് മിസ്സാകാതെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ വരും, ഈ അപ്പച്ചന് ചിന്തിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ ഈ ഒറ്റയ്ക്കുള്ള ഈ ഓട്ടം ഓടുന്നതെന്ന് എൻ്റെ മനസ്സിൽ 10 വയസ്സേ ഉള്ളെങ്കിലും ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു. എന്നോട് പറയും, ബാമോളെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വന്ന് പറയുമ്പോൾ ഞാൻ ഒഴിവൊഴിവ് പറഞ്ഞു മാറുമായിരുന്നു. എനിക്ക് ഒഴിവൊഴിവ് പറയാൻ നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. കാരണം അത് ഫെബ്രുവരി മാസത്തിന്റെ അവസാനമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് എക്സാമിനേഷന് മുമ്പ് ഒരു വെക്കേഷൻ തരും, ഒരു ഹോളിഡേയ്സ് തരും പഠിക്കാൻ, പ്രിപ്പയർ ചെയ്യാൻ. അതിനുള്ള സമയമായിരുന്നു. ഇപ്പച്ച എനിക്ക് പരീക്ഷയല്ലേ വരുന്ന, മോള് പഠിച്ചോന്ന് പറഞ്ഞപ്പച്ച ഞങ്ങൾ പോവുകയും ചെയ്യും.
അങ്ങനെ എൻ്റെ ഹൃദയത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നു. അവിടെ ആത്മാവിന്റെ പ്രവർത്തനം, ചർച്ചിലുള്ളവർ പലരും അഭിഷേകം പ്രാപിച്ചു, എൻ്റെ കൂട്ടുകാരൊക്കെ പ്രാപിക്കുന്നു. ഞാൻ എന്നെ കാണാതായപ്പോൾ എല്ലാവരും എന്തിയെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ അപ്പച്ചന് ഈ ഉദ്ദേശിയെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ചു. ഞാൻ അറിഞ്ഞില്ല. ഒരു വെള്ളിയാഴ്ച രാവിലെ വിളിച്ചു, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ്. അദ്ദേഹം വീട്ടിൽ കടന്നു വരുന്നതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പച്ചനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ കണക്ക് സാറ് എക്സ്ട്രാ ക്ലാസ് എടുക്കുമായിരുന്നു, നല്ല പെർസെൻറ്റേജ് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ഞാനവിടെ അങ്ങനെ പോകാറില്ല. എന്നാലും അന്ന് ഞാൻ പോകാൻ തീരുമാനിച്ചു. പോയി കുറെ നേരം ബസ് സ്റ്റാൻഡിൽ നിന്നു. ഞങ്ങളെ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുകളായിരുന്നു മിക്കവാറും. എന്നാൽ അന്ന് ആ സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയതേയില്ല. ഞാൻ കുറെ നേരം അവിടെ കാത്തു നിന്നേച്ച് തിരിച്ചു വീട്ടിൽ വന്നു. മനസ്സിലൊരു ആശ്വാസം തോന്നി. ഇപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഉദ്ദേശിച്ചൊക്കെ പോയി കാണും, കാരണം വെള്ളിയാഴ്ച രാവിലത്തെ ഹോളിലെ പ്രാർത്ഥനയുണ്ടല്ലോ, അതിന് പോയി കാണും എന്നൊക്കെ ആശ്വസിച്ചു വന്നു. അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഉഗ്രമായ പ്രാർത്ഥന നടക്കും. ഞാൻ ആരും അറിയാതെ പുറകിൽ കൂടെ വന്ന് പുറകിൽ തലയെ ഒക്കെ മുണ്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്നു, എന്നെ ആരും കാണരുതെന്നുള്ളത് വെച്ച്. അങ്ങനെ ഇരുന്നു. പക്ഷെ എന്നെ ആരും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും സകലരെയും കാണുന്ന ദൈവത്തിന്റെ കണ്ണ് എൻ്റെ മേൽ പതിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ആ ദേവദാസൻ എന്നെ പറ്റി വെളിപ്പെടുത്തി ആയിരിക്കുന്ന കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട്. എൻ്റെ മനസ്സിൽ ഉയരുന്നതായ പ്രശ്നങ്ങള്, നീ അമ്മ നഷ്ടപ്പെട്ട ഭാരത്താൽ ഇരിക്കുന്നു, ദൈവത്തോട് നിനക്ക് ചോദ്യങ്ങളുണ്ട്, എൻ്റെ അമ്മ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നു. എന്നാൽ ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് അറിയിക്കാനാ ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. തന്നെയുമല്ല, നീ മാതാവില്ലാതെ ദുഃഖിക്കുന്ന നിന്റെ ദുഃഖം നീ മാറി നീ അനേകർക്ക് മാതാവായിത്തീരും. പല ജാതികളുടെയും ജാതിക്കാരുടെയും ഭാഷക്കാരുടെയും മധ്യേ പല സംസ്ഥാനങ്ങളിൽ നീ പോയി സുവിശേഷം പറയും. അപ്പം 16 വയസ്സ് തികഞ്ഞിട്ടില്ല, ഇതെല്ലാം ഗ്രഹിക്കാനുള്ള ശക്തിയൊന്നുമില്ല. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ കത്തി, ദൈവം എന്നെ കണ്ടെന്നും ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നും ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ വാക്കുകളൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ തന്നെ ഒരു തീരുമാനം എടുത്തു. കർത്താവെ, നിനക്ക് അതാണ് ഹിതമെങ്കിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. ആരോടും പറഞ്ഞില്ല. പ്രാർത്ഥന കഴിഞ്ഞ് ദേവദാസൻ കടന്നുപോയി. ആരും പറയാതെ തന്നെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് പോകാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാനും ഹോളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കാനായിട്ട്, പ്രാർത്ഥനയിൽ കൂടാനായിട്ട്. അവിടെ ചെന്നപ്പോൾ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. സഭാമധ്യേ ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ അന്ന് എന്നെ തന്നെ സമർപ്പിച്ചു. അന്ന് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഒരു സംശയമോ ആ ദുഃഖത്തിന്റെ ആ മൂടാപ്പ് എന്നിൽ നിന്ന് പരിപൂർണമായി മാറി. ഞാനൊരു സന്തോഷമുള്ള വ്യക്തിയായി തീർന്നു. അതുവരെ പഠിത്തത്തിൽ മാത്രം ഉത്സാഹമുള്ള എനിക്ക് അന്നു മുതൽ പുസ്തകം തുറക്കുമ്പോഴെല്ലാം ദൈവവചനവും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുമാണ് കാണുന്നത്. ഞാൻ പുസ്തകം മാറ്റി വെച്ച് ബൈബിൾ വായിക്കും. അപ്പൊ എൻ്റെ 2 സഹോദരന്മാർ വന്ന് എന്നെ ശാസിക്കാൻ തുടങ്ങി. നിനക്ക് പരീക്ഷ വരുന്നത്, നീ ഇപ്പം ബൈബിൾ വായിക്കുന്ന നിനക്ക് പിന്നെ സമയമുണ്ട്, ഇപ്പം നീ പഠിച്ചില്ലെങ്കിൽ നിന്റെ പെർസെൻറ്റേജ് എല്ലാം പോകും. അപ്പം ഞാനന്ന് സ്കൂളിൽ നല്ല പെർസെൻറ്റേജ് വാങ്ങിച്ചു പഠിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് അവർക്കെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ ദൈവജ വായനയും പ്രാർത്ഥനയും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുകയും ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്ത് ഞാൻ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അതിനുശേഷം അധികം പ്രിപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ പോയി പരീക്ഷ എഴുതി. എന്നാൽ നല്ല മാർക്കോടുകൂടെ പാസ്സാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ 1900 ചില മാസങ്ങൾക്ക് ശേഷം തന്നെ, മാർച്ച് മാസത്തിലാണല്ലോ പരീക്ഷ നമ്മുടെ നാട്ടില്. അതിനുശേഷം ഞാൻ വിജയം അറിഞ്ഞതിന് ശേഷം 1964 ജൂലൈയില് ഞാൻ കുമ്പനാട്ട് ബൈബിൾ സ്കൂളിൽ കടന്നുപോയി. ജൂൺ അവസാനമായപ്പോഴത്തേനും ഞാൻ പോയി. അവിടെ പോയി ദൈവവചനം പഠിക്കുവാനും ആ വർഷത്തിന് ശേഷം ഞാൻ പിന്നെ ബാംഗ്ലൂർ SABCയിൽ പോയി ചേർന്ന് ദൈവവചനം പഠിക്കാൻ പോയി. ദൈവം അങ്ങനെ എനിക്ക് വഴികൾ തുറന്നു തന്നു. അങ്ങനെ ദൈവവചനം പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ കർത്താവിന്റെ ദാസനുമായിട്ടുള്ള വിവാഹാലോചന വന്നത്. ഞങ്ങളുടെ കൂട്ടാല ചർച്ച്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കൂട്ടാല ചർച്ചിലുള്ള ദേവദാസൻ തന്നെ ആയിരുന്നു ഈ ആലോചന കൊണ്ടുവന്ന്. അദ്ദേഹം വന്നു, രാജസ്ഥാനിലുണ്ടായിരുന്നു, മാസ്റ്റർ KV എബ്രഹാം. അദ്ദേഹം ആലോചന കൊണ്ടുവന്ന് ഞങ്ങളുടെ അപ്പച്ചനെ പറഞ്ഞു, നല്ലൊരു ചെറുപ്പക്കാരന് മേരിക്കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഞങ്ങളുടെ അപ്പച്ചന് ആത്മാവ് നിറഞ്ഞല്ല തീ പോലെ നിൽക്കുന്ന സമയം കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ അപ്പച്ചന് സന്തോഷമായി. യെസ് പറഞ്ഞു. പക്ഷെ മറ്റു ഭവനത്തിലുള്ളവരെല്ലാം നിരാശപ്പെടുത്തി.
രാജസ്ഥാൻ ഒത്തിരി ദൂരമാ, അവിടെ സഭയില്ല, വിശ്വാസികളില്ല, പട്ടിണി പോയി കിടക്കേണ്ടി വരും, വളരെ ദുരിതകരമായ ഒരു അവസ്ഥയായി തീരും കുട്ടിയുടേത് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. ഒടുവില് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. അവളോട് ചോദിച്ചു, അവള് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. എന്നോട് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എനിക്ക് പൂർണ്ണ ഒരു പ്രാഗൽഭ്യം തന്നു. എനിക്ക് വേണ്ടിയുള്ളതായ ശുശ്രൂഷയും വയലും ഇത് തന്നെയാണെന്നുള്ളത് കാണിച്ചു തന്നു. അങ്ങനെ വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം 1 മാസത്തിന് ശേഷം ഞാനുമായി ഞങ്ങൾ രാജസ്ഥാനിലെത്തി കഴിഞ്ഞപ്പോഴ് ഇത് ഊഷരഭൂമിയാണെന്ന് മനസ്സിലായി. ആത്മീയമായിട്ടും പിന്നെ ഒത്തിരി അനുഭവങ്ങൾ അല്ലെ, ഒട്ടേറെ അനുഭവങ്ങൾ ആന്റിക്ക് മുൻപേ തന്നെ ആന്റിക്ക് മുൻപേ രാജസ്ഥാനിൽ എത്തിയിരുന്നു. വിവാഹത്തിന് മുൻപേ 1963 ദേവദാസൻ ഇവിടെ എത്തിയത്. 63 മാർച്ച് തൊട്ട് ഒറ്റയ്ക്കായിരുന്നു കർത്താവിന്റെ വേല ചെയ്ത് ഇങ്ങനെ കഴിയുമ്പോഴാണ് 65 പാസ്റ്റർ KV അബ്രഹാം എത്തി. അദ്ദേഹം അന്ന് നാട്ടിൽ നിന്നും വടക്കേന്ത്യയിലുള്ള തീരുമാനം അനുസരിച്ച് ഇവിടെ കടന്നു വന്നു. അങ്ങനെ അവർ കർത്താവിന്റെ വേല 2 പേരുമായി ചെയ്തുകൊണ്ടിരുന്നു. ചുരുക്കം ചില വിശ്വാസികൾ, വിരല എണ്ണ 4-5 പേര് ആരാധനയ്ക്ക് കാണും. അവരിൽ തന്നെ 2 പേര് ട്രാൻസ്ഫർ ആയി അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ആ കൂടെ ഉള്ളത് 2 പേരും പിന്നെ ഉപദേശിച്ചു 3 പേരാണ്. അപ്പം ഇവിടെ പാസ്റ്റർ തന്നെ ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യർ കൊല്ലുവാൻ ആരംഭിച്ചു, ഒരു വലിയ കോട്ടയ്ക്കൊക്കെ തടച്ചിട്ടു, കല്ലേറുണ്ടായി, സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ടേച്ച് ഉപദ്രവിച്ചു, അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സാക്ഷികൾ തമ്പിയങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തെ ഉപദ്രവിച്ച ആൾക്കാർ തന്നെ ക്ഷമ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അത് ഉദയപൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ഒരു തീരെ ഗ്രാമമല്ല, പട്ടണമല്ല, ഒരു ചെറിയ പട്ടണമായിരുന്നു. അവിടെ വെച്ച് അവർ തന്നെ വന്ന് ഒടുവില് ഇവർക്ക് മധുര പലഹാരങ്ങളും ലസ്സി എന്ന് പറയും, തൈരിനകത്ത് മധുരമുള്ള തൈരും ഒക്കെ കൊണ്ട് കൊടുത്തവരെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് വിട്ടു. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അദ്ദേഹം ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നു വിവാഹത്തിന് ആന്റിയുടെ ആ പൂർണ്ണ പ്രാഗൽഭ്യം എന്നൊരു ആന്റി വാക്കൊരു, കാരണം ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ചാണ് ആന്റി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഒരു മിഷണറിയുടെ ഭാര്യയായിട്ട്, ഒരു മിഷണറി വനിതയായിട്ട് ആന്റി മാറ്റപ്പെടുകയായിരുന്നു. എന്നാൽ ആന്റിയുടെ അനുഭവം ഞാൻ കേട്ടിട്ടുള്ളത്, ആന്റിയുടെ സഹോദരൻ ഒരിക്കൽ അവിടെ സന്ദർശിക്കുമെന്ന വാർത്ത കേൾക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു കരുതൽ അനുഭവിച്ചത് ആന്റിയുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു എന്ന് അറിയാവുന്നതിൽ സന്തോഷമുണ്ട്. അത് എൻ്റെ വിവാഹ സമയത്ത് തന്നെ എൻ്റെ ഫാമിലിയിലുള്ള അപ്പച്ചനൊഴികെ മറ്റുള്ളവർക്കെല്ലാം അതൃപ്തിയായിരുന്നു. ഇവിടെ കഷ്ടതയായിരിക്കും, പട്ടിണിയായിരിക്കും എന്നുള്ളത് അവർ ആന്റിസിപ്പേറ്റ് ചെയ്ത ഒരു വസ്തുതയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ബ്രദറ് എന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. നാഗ്പൂരില് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നു എന്ന് അറിഞ്ഞപ്പോഴേ അന്ന് ഫോണൊന്നുമില്ല, കത്ത് വായിച്ച് ഞാൻ ആ വാതിലിന്റെ അവിടെ ഉമ്മറപ്പടി അതേലങ്ങ് ഇരുന്നു പോയി. എനിക്ക് എത്ര നിമിഷം ഇരുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത്. കർത്താവേ, അദ്ദേഹം കടന്നു വരും. ഇന്ന് വൈകിട്ട് കത്തെഴുതിയിട്ട് ചില ദിവസങ്ങളായി. അത് കിട്ടിയപ്പോഴത്തേന് അദ്ദേഹം ഇങ്ങെത്താറ്. ഞാൻ എൻ്റെ വരുമ്പോഴൊന്ന് കൊടുക്കാൻ, ഒരു ചായ കൊടുക്കാൻ പോലും ഒന്നും ഇവിടെയില്ല. കർത്താവിന്റെ ദാസൻ അവിടെ ഇല്ല, എങ്ങോ യാത്രയിൽ സുവിശേഷ പ്രവർത്തനമായിട്ട് പോയിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴ് മണലിനകത്ത് ചില നാണയങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് തോന്നി. ഞാനതോർത്ത് എൻ്റെ ആഗ്രഹം കാഴ്ചയിലൂടെ കാണുകയായിരിക്കുന്നു കണ്ട് പിന്നെ അങ്ങ് പിടിച്ചവിടങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെയും തിളങ്ങി. ഞാൻ എഴുന്നേറ്റ് എന്ന് അതെടുത്തപ്പം 1 രൂപ തൊട്ട് 8 അണ തൊട്ട് ഇങ്ങനെ തൊട്ടുകളാണ്. അതെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വെപ്രാളം, ഇത് ആരുടെയെങ്കിലും കളഞ്ഞു പോയതായിരിക്കും, അന്ന് അവരാരെങ്കിലും വന്നാൽ കൊടുക്കാം എന്ന് കണ്ട് ഞാൻ അവിടെ നിന്നു. അങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് നടന്നു പോകുന്നത് വരെ ഇങ്ങനെ ഞാൻ നാണയം പറക്കിക്കൊണ്ട് അതുകൊണ്ട് അവിടെ നിൽക്കുക. ആരുടെയെങ്കിലും കളഞ്ഞു പോയതാണെങ്കിൽ അവർ വന്നാൽ തിരിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന്റെ മേളിലൊരു ഓഫീസാണ്. അവിടുത്തെ ഓഫീസിലെ ഒരു പിയൂണുണ്ട്. പിയൂണിന്റെ സൈക്കിൾ കൊണ്ടുവെക്കുന്ന ഞങ്ങളുടെ സ്റ്റെപ്പിന്റെ അവിടെ. ഞാൻ ഓർത്ത് അദ്ദേഹത്തിന്റെ ആയിരിക്കും എന്ന് ഓർത്തു. ഒടുവില് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ അദ്ദേഹം വരും ചോദിക്കാം എന്നൊക്കെ വെച്ചിങ്ങനെ വെയിറ്റ് ചെയ്തു. അദ്ദേഹം ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആണോ ഈ പൈസ? ഇവിടെ ഇങ്ങനെ തുട്ടുകൾ കിടന്നു കിട്ടി? എൻ്റെ ഒന്നും അല്ല,
ആരുടെയിലും പോയതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ധൃതി വെച്ച് സൈക്കിൾ എടുത്ത് പോവുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് സുബോധം വന്നത്, ദൈവം എനിക്ക് വേണ്ടി വെച്ചിരുന്നതായത്. ഞാൻ ഓടിക്കടയിൽ, ഞങ്ങൾ സിറ്റിയുടെ ടൗണിന്റെ നടുക്കായിരുന്നു നേരം താമസിച്ചുകൊണ്ടിരുന്നത്. ഓടിക്കടയിൽ പോയി അത്യാവശ്യത്തിനുള്ള സാധനം, ഇച്ചിരി പഞ്ചസാര, ഇച്ചിരി തേയില, കുറച്ച് അരി, കുറച്ച് പരിപ്പ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഓടി വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേനും എൻ്റെ സഹോദരൻ എത്തിക്കഴിഞ്ഞിരുന്നു. ദൈവത്തിന് മഹത്വം. പിന്നെ അദ്ദേഹം അറിഞ്ഞേ ഇല്ല ഇങ്ങനെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. അദ്ദേഹം 2 ദിവസം താമസിച്ചു, കടന്നുപോയി. ആ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ദൈവം സഹായിച്ചു. നിശ്ചയമായിട്ടും താങ്കളുടെ പ്രഭാഷണങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ പലരിലൂടെ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു രാജാവിന്റെ ഒരു ഇതിലുള്ള വകയിലുള്ള ഒരു കുടുംബത്തിൽ നിങ്ങൾ 18 വർഷത്തോളം താമസിച്ച സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ ഒരു കരുതൽ ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം ആന്റി എന്ന് പറയുന്നത് നിങ്ങളുടെ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം, കോവിഡിന്റെ സാഹചര്യമൊക്കെ എല്ലാവരും ഒരു ഞെരുക്കത്തിനും വിഷമത്തിലൂടെ ഒക്കെ പോവുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഒത്തിരിയേറെ ആളുകൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കും. അപ്പൊ ആന്റി, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് സന്തോഷമാണ്. ഞങ്ങള് താമസിച്ചുകൊണ്ടിരുന്ന, ഞാൻ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോഴ് താമസിച്ചുകൊണ്ടിരുന്ന മനോഹർ ഭവൻ എന്ന് പറയും. അതായത് ബേദല നാട്ടുരാജാവ്, ഒരു ചെറിയ നാട്ടുരാജാവ്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചപ്പോൾ മരുമകൾക്ക് വേണ്ടി മരുമകളുടെ വീട്ടുകാർ കൊടുത്ത ഒരു ബിൽഡിംഗ് അത് സിറ്റിയുടെ ചേട്ടക് സർക്കിളിന്റെ അടുത്ത് വലിയൊരു ബിൽഡിംഗ്. അതിന്റെ താഴത്തെ ഭാഗത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അത് വാടകയ്ക്ക് ദൈവം കൊടുത്തു. അത് തന്നെ ഒരു വലിയ സ്റ്റോറിയാണ്. വീട് 15 രൂപ കൊടുത്ത് താമസിച്ചിരുന്ന വീട്ടില് 3 മാസം വാടക കൊടുക്കാതില്ലായിരുന്നപ്പോഴാ കർത്താവ് പറഞ്ഞത്, നീ ആ സർക്കിളിന്റെ അവിടെ പാസ്റ്റർ എം പി ചാക്കോ ഉദയപൂരില് വന്നു. ആ ദൈവദാസൻ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് പറഞ്ഞു, അദ്ദേഹത്തെ ആഹാരം വെച്ചു കൊടുക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവിടെ ഒരു ഹോട്ടലില്, സാമാന്യം നല്ലൊരു ഹോട്ടലില്, ചെറിയ ചാർജുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി വെച്ചപ്പോ ദേവദാസൻ പറഞ്ഞു, തോമസ് മാത്യു, ഇതിന്റെ അടുത്ത് ഒരു ബിൽഡിംഗ് എടുക്കണം, ഇതൊരു നല്ല സെന്ററാണ്. അപ്പം പുള്ളി ചിരിച്ചു. കാരണം പഴയ മറ്റേ ബിൽഡിങ്ങിന് വാടക കൊടുക്കാൻ ഒക്കാത്തതൊക്കെ സ്റ്റോറി പറയുന്ന നാണംകേടല്ലെന്ന് ഓർത്ത് പറഞ്ഞില്ല, പക്ഷെ മനസ്സിൽ ചിരിച്ചു. എന്നാലും ദൈവം അത് സാധ്യമാക്കി തന്നു. അവിടെ ഈ ബിൽഡിംഗ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഒഴിഞ്ഞു കിടക്കാൻ കാരണം അതൊരു അവിടെ ആരും താമസിക്കാൻ ഇഷ്ടപ്പെടാതെ ഇങ്ങനെ കിടന്നപ്പോഴ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന അറിഞ്ഞ് ആ നാട്ടുരാജാവിനോട് എന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ലളിതമായ വാടകയ്ക്ക് അത് നൽകുകയും ചെയ്തു. അതിങ്ങനെ അവിടെ 10-16 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ ആ ബിൽഡിങ് ഒരു ബിസിനസ്മാൻ അവർ മൊത്തം വിറ്റപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഒഴിക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം മേളിലെല്ലാം അവർ ഖാലി ചെയ്ത് പോയി, ഞങ്ങൾ മാത്രം താഴെ താമസിക്കുക. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇത് ഒഴിഞ്ഞു തന്നേ പറ്റത്തുള്ളൂ, ഞാനിത് വേറൊരാൾക്ക് ഇത് മൊത്തമായിട്ട് കൊടുക്കാനിരിക്കുക. എനിക്ക് കരച്ചിൽ വന്നു, കർത്താവ് ഇത്രയും നാൾ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചതാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇട്ടേച്ച് പോയാൽ എങ്ങോട്ട് പോകും, ആരാധന നടക്കണം, ഒരു വണ്ടി നിറച്ച് ലിറ്ററേച്ചർ 2 മുറികളിലായിട്ട് ഇങ്ങനെ ഛത്തെന്ന് പറഞ്ഞ എന്തായിരുന്നു, മേൽപ്പുര വരെ കൂട്ടി വെച്ചിരിക്കുക, ഇതെല്ലാം കൊണ്ട് എങ്ങോട്ട് പോകും എന്നുള്ള ഭാരം കൊണ്ട് ഞാൻ കരഞ്ഞു. പക്ഷെ ദേവദാസൻ ധൈര്യമായിരുന്നു. കർത്താവ് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നതെന്നും കർത്താവ് അതിനുള്ള വഴി ഒരുക്കുമെന്നും ധൈര്യമായിരുന്നു. ഒടുവിലെ വേറെ ഒരു ഒറ്റമുറി കിച്ചൺ ഉള്ള ഒരു ബിൽഡിംഗ് ഞങ്ങൾ വാടകയ്ക്കെടുത്ത് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം കുറച്ച് ബാക്കി സാധനങ്ങൾ അവിടെ ഉണ്ട്. ഒരു ഓഗസ്റ്റ് 14-ാം തീയതി ആണെന്ന് തോന്നുന്നു ആ വീട്ടുടമസ്ഥൻ അവിടെ രാത്രിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്യുന്ന സമയത്ത് അവിടെ കയറി വന്നു മുട്ടിയപ്പോൾ അദ്ദേഹം ഭാര്യയുണ്ട്. സാറിങ്ങനെ ഇപ്പൊ 2 പേരും കൂടെ നനഞ്ഞു ഇവിടെ വന്നേ. അത് എനിക്ക് പറയാൻ ഒക്കത്തില്ല, എനിക്കിപ്പോ പറയാനുള്ള ശേഷിയില്ല. എൻ്റെ ഭാര്യ പറയും. ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് സുഖമില്ലായി, രാത്രിയിൽ അസുഖമായിട്ട് വന്നപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോയി മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ ഒടുവിൽ അദ്ദേഹം ഒരു ദർശനം കണ്ടു, നിങ്ങൾക്ക് ഈ വീട് തരാമെങ്കിൽ ഈ അസുഖം മാറുമെന്ന്. അപ്പം അത് അദ്ദേഹം കേട്ടതോടെ അന്നേരം തന്നെ ഭാര്യയെ വിളിച്ചോണ്ട് വന്നതാ. ഞങ്ങൾ ഭയപ്പെട്ടു പോയായിരുന്നു, മദ്യപിച്ച് അർദ്ധരാത്രിക്ക് ഞങ്ങളെ ഇറക്കി വിടാനായിട്ട് വന്നായിരിക്കുന്ന ഓർത്തെ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയല്ലായിരുന്നു. ഒരു ശുഭസന്ദേശമായിട്ട് അദ്ദേഹം കടന്നു വന്നേ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചോ, നിങ്ങൾ ഇത് വാങ്ങിച്ചോ, കാരണം ഞാൻ ഈ പ്രോപ്പർട്ടി എല്ലാം വിൽക്കാൻ പോവാ,
ഇത് നിങ്ങൾക്ക് തരണം എന്നാ എന്നോട് ദേവത പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങിച്ചു. അപ്പം പാസ്റ്റർ ചോദിച്ചു, ഏത് ദൈവമാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, അത് നിങ്ങളുടെ ദൈവമായിരിക്കും, വേറെ ആരാ നിങ്ങളെ പറ്റി പറയാൻ പറ്റും. എനിവേ പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിൽ എന്നോട് പൈസ ഇല്ലല്ലോ, ഞാൻ വാടക തന്നെ ബുദ്ധിമുട്ടിയല്ലേ കൊടുക്കുന്നത്. അന്നേരം അദ്ദേഹം പറഞ്ഞു, കുറേശ്ശെ തന്നാൽ മതി, പക്ഷേ നിങ്ങൾ ഇത് വാങ്ങിച്ചു. ദൈവത്തിന്റെ വലിയൊരു കരുതലായിരുന്നത്. ആ ബിൽഡിംഗ് ഇന്ന് വരെയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ദേവദാസനും കുടുംബം അവിടെ താമസിക്കുന്നു. അവിടെ വന്ന് എന്നും പ്രാർത്ഥനയുണ്ട്. അനേക ജാതികൾ ഭാരമുള്ളവർ വന്ന് ഇപ്പോഴും ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും. അതുപോലെ ആന്റി അത് പറഞ്ഞു പോയി, അങ്കിള് ഒരു 15 രൂപയുടെ വീട്ടിൽ താമസിച്ച കാര്യം അങ്കിളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു 3 മാസത്തോളം വാടക കൊടുക്കാതെ പിറ്റേന്ന് ആ ഒരു അനുഭവം എന്ന് പറയുന്നത് സന്തോഷമായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സമയത്ത് ദൈവത്തിന്റെ ഒരു കരുതൽ, പ്രത്യേകിച്ച് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ഒരു ദൈവദാസന്റെ നിലവിളി കേൾക്കുന്ന, ഹൃദയം അറിയുന്ന ദൈവം, ആ ഒരു അനുഭവം ഒന്ന്. ഞാൻ പാസ്റ്റർ തോമസ് മാത്യു അന്ന് താമസിച്ചിരുന്നത് ഒരു ഒറ്റ മുറിയാണ്. അതിനകത്തൊരു മൂല മുഴുവൻ ലിറ്ററേച്ചറാ, ഗോസ്പൽ പാക്കറ്റ്സ്, ട്രാക്സ് എന്നും ഡിസ്ട്രിബ്യൂഷന് പോകും. ഒരു മൂലയ്ക്ക് ഒരു സ്റ്റൗവും പിന്നെ കുറച്ച് ചെറിയ ടിന്നുകളിനകത്ത് അല്പ ആഹാര സാധനങ്ങളും ഒക്കെ. പിന്നെ കട്ടിലും മെത്തയൊന്നും ഇല്ല, അതുകൊണ്ടൊരു വിരിച്ച് കിടക്കും. അങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. 15 രൂപ വാടകയാണ്. 1 മാസം കൊടുക്കാനൊത്തില്ല, 2 മാസം 3 മാസമായപ്പോൾ വീട്ടുകാരന് വന്ന് ഗർജിച്ചിരിക്കുന്ന പോലെ വന്ന് പറഞ്ഞു, 3 മാസമായി നിങ്ങൾ വാടക തന്നിട്ട്, നിങ്ങൾ ഈ വാടക നാളെ തന്നില്ലെങ്കിൽ, വേണ്ട നാളെ വേണ്ട, ഈ ആഴ്ച തന്നില്ലെങ്കിൽ, നാളെ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ആഴ്ചയാക്കി, തന്നില്ലെങ്കിൽ ഞാൻ സാധനം നിങ്ങളെ വലിച്ചെറിയും, നിങ്ങൾക്ക് ഖാലി ചെയ്തേ പറ്റത്തുള്ളൂ. വളരെ ഭയന്ന് പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മണി ഓർഡർ വന്നു, ഓർക്കാപ്പുറത്ത്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ വാച്ച്, ഒരു കയ്യിൽ ഒരു നല്ല വാച്ച് കിടപ്പുണ്ട്. ആ വാച്ച് കൊണ്ട് വിറ്റ് ആണെങ്കിൽ 50 രൂപയെങ്കിലും കിട്ടും. നല്ല വാച്ചാ, വെളിയിൽ നിന്ന് അന്ന് ഗൾഫിൽ നിന്ന് ആരോ വന്ന് കൊടുത്തത്. അപ്പം 50 രൂപയെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ ഒരു വാച്ച് കടയിൽ പോയി, സാറേ എൻ്റെ ഈ വാച്ച് ഞാൻ വിൽക്കാൻ വന്നത്. അവരോർത്ത് ഇതെങ്ങാണ്ടൊന്ന് മോഷ്ടിച്ചോണ്ട് വന്ന വാച്ചാ. കാരണം ഹിന്ദി ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. ഒരു മുണ്ടാ ഉടുത്തിരിക്കുന്നത്, മുണ്ടും ഒരു ഷർട്ടും പാൻറ്റൊന്നും ഇല്ല. അപ്പം എവിടുന്നോ ഒരു പരദേശി യാത്രിയാ, ഇതെങ്ങാണ്ടൊന്ന് മോഷ്ടിച്ചോണ്ട് വന്നാൻ പറഞ്ഞ് അവര് ഭീഷണിപ്പെടുത്തി ഇപ്പൊ അകത്താക്കും എന്നൊക്കെ പറഞ്ഞ്, ഇത് സാറേ എൻ്റെ വാച്ച് തന്നെയാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ആ സമയത്ത് വന്നിരുന്ന് ഭാരത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം ഈ പൈസ കിട്ടിയത്. അപ്പൊ ഒരാഴ്ചത്തെ സമയം കൊടുത്തെങ്കിലും അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ സാറ്, അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു, സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഈ പൈസ കൊണ്ട് കൊടുത്തു, സാറേ നിങ്ങളുടെ പൈസ ഇല്ല. അതെങ്ങനാ നിങ്ങള് ഇത്ര പെട്ടെന്ന് പൈസ വേണം, ഇന്നലെ ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു, ഇന്ന് എവിടുന്ന വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെന്നും ദൈവം എനിക്ക് തന്നെന്നുള്ളതും. അങ്ങനെ അദ്ദേഹം വളരെ ആ ഒരു വിഷയം കൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കുവാനിടയെ. അതിനുശേഷം അദ്ദേഹം അന്ന് പറയുകയും ചെയ്തു, ഇനി ഞാൻ വാടകയ്ക്ക് ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല, നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ശാന്തതയോടെ അവിടെ നിന്ന് പോയി. എത്രയോ വലിയവനാണ് ദൈവം. ഒരു ദിവസം കൊണ്ട് തന്നെ, ഒരു മണിക്കൂറുകൾ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്ത് അദ്ദേഹത്തെ നടത്തി. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തെ നടത്തിയതെന്നും അനേകർക്കൊരു ധൈര്യത്തിന്റെയും പ്രചോദനത്തിന്റെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ സാധിക്കുന്നുണ്ട്. ആന്റിയുടെ ജീവിതത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആന്റിക്ക് കൂടുതൽ പ്രചോദനമായ, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകിയ ചില വ്യക്തികൾ ധാരാളം പേരുണ്ടാകും. ചില വ്യക്തികളെ കുറിച്ച് അവരുടെ അങ്ങനെയുള്ള അനുഭവങ്ങളോ ഒന്ന് പങ്കുവെക്കാം. സുവിശേഷ പ്രചോദനത്തില് അനേക വ്യക്തികള്, ഞാനിവിടെ സുവിശേഷത്തിന്റെ വലിയ ദർശനമായിട്ട് വന്നെങ്കിലും ചില വ്യക്തികളുടെ പ്രാർത്ഥനയും അവരുടെ സമർപ്പണവും അവരുടെ ദർശനവും എൻ്റെ ദർശനത്തെ വിപുലമാക്കാനിടയായിട്ടാണ്. ഉദാഹരണമായിട്ട് കാത്തലിക് നണ്ണാകാനായിട്ട് 5 വർഷത്തെ ട്രെയിനിങ് എടുത്ത ഒരു സഹോദരി, എലിസബത്ത് ഫിലിപ്പ് എന്ന് പറയും. പുള്ളിക്കാരി ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ അന്ന് സ്റ്റെനോ ഒക്കെ ഉണ്ടല്ലോ, സ്റ്റെനോ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. പുള്ളിക്കാരി രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. എൻ്റെ ഒരു വലിയ ഒരു അടുത്ത ഒരു പ്രാർത്ഥന പങ്കാളിയായിരുന്നു. ഞങ്ങൾ തമ്മിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് അവരിൽ നിന്ന് ഉച്ചരിക്കുന്ന വാക്കുകൾ ഞാൻ അത് ഏറ്റെടുക്കാനിടയായിത്തീർന്നു. അവരുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ നടന്നാണ് വരുന്നത്. അവിടെ വരുന്ന വഴി അതിനിടയ്ക്ക് ഒരു ശ്മശാനമുണ്ട്. അവിടെ മിക്കവാറും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ
യാത്ര, അന്തിമയാത്ര നടക്കുന്നുണ്ടായിരിക്കും. അന്ന് വന്നിരുന്ന് ഭാരത്തോടെ ആ സഹോദരി പ്രാർത്ഥിക്കും, കർത്താവെ ആ വ്യക്തി കർത്താവിനെ അറിയാതാ പോയ, നരകത്തിലാ പോയത്, ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പറയാൻ ഒത്തിട്ടില്ല എന്നുള്ള അങ്ങനെയുള്ളതായ ആത്മഭാരത്തോടെ അവർ പ്രാർത്ഥിക്ക പതിവായിരുന്നു. ദൈവം ഞങ്ങളെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെയുള്ള ആത്മാവിൽ പ്രാർത്ഥിച്ച് ഫലമായിട്ട് കർത്താവ് അനേക ജാതികളുടെ കർത്താവിലേക്ക് നേടിയെടുക്കാൻ സഹായിച്ചു. ആ സഹോദരിയുടെ പ്രാർത്ഥന എനിക്ക് വളരെ തുണയായിരുന്നു. വേറൊരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഷീല കാംബ്ലെ എന്ന് പറയും, കാംബ്ലെ പരിവാർ. അവര് ബോംബെയിലെ ഒരു വലിയൊരു ബിസിനസ് ഫാമിലി ആയിരുന്നു. ഉദയ്പൂര് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഒരു വർക്ക് ഏറ്റെടുത്ത് ഇവിടെ ചെയ്യാൻ വന്ന എഞ്ചിനീയറിംഗ് കമ്പനിയാണ് അവിടെ. ആ സഹോദരനൊരു മദ്യപാനിയും വെറിക്കൂത്തുകാരനുമായിരുന്നു. പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് മെഴ്സഡീസ് കാർ അദ്ദേഹം ഓടിച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷെങ്കില് ദൈവത്തെ അറിയാതെ, നാമതായ ക്രിസ്ത്യാനിയാ, പക്ഷെങ്കിൽ ദൈവത്തെ അറിയാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം പാർക്കിൽ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവദാസനും ഞങ്ങളുടെ ഉദയപൂർ ചർച്ചിലെ ചില ചെറുപ്പക്കാരുമായിട്ട് പരസ്യയോഗം നടത്താൻ ആ പാർക്കിന്റെ അവിടെ പോയി ഇങ്ങനെ നിന്ന് പാടിക്കൊണ്ടിരുന്നപ്പോഴ് ഇദ്ദേഹത്തിന് പാട്ട് വലിയ ഇഷ്ടം. പാട്ട് ശ്രദ്ധിച്ചപ്പോൾ ക്രിസ്തീയ പാട്ട്. അദ്ദേഹം ആ മദ്യപാനികളുടെ അടുത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് ഇവരുടെ കൂടെ നിന്ന് പാടാൻ തുടങ്ങി. അന്ന് കർത്താവിന്റെ ദാസനുമായിട്ട് സഹകരിച്ച് അദ്ദേഹം മരണം വരെ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു വലിയ തുണയായിരുന്നു. ഞങ്ങൾക്ക് ആദ്യമുള്ള ഒരു 4 വീലർ, ഒരു സെക്കൻഡ് ഹാൻഡ് ജീപ്പ് അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പ്രിന്റിംഗ് വർക്ക് തുടങ്ങിയപ്പോൾ പഴയ പ്രസ്, ഈ അക്ഷരങ്ങൾ പറക്കി വെക്കുന്ന പ്രസ്, ഇന്നത്തെ പോലെ ഉള്ള ഓട്ടോമാറ്റിക് ഒന്നുമല്ല, പറക്കി വെക്കുന്ന ഒരു ചെറിയ പ്രസ്, അത് വാങ്ങിച്ചപ്പോഴും അദ്ദേഹം വലിയ രീതിയിൽ ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഞങ്ങളോടുകൂടെ സഹകരിച്ച് ഗ്രാമങ്ങളിൽ സഞ്ചരിക്കാനും സുശേഷ വേലയിൽ ചില സമയം ചെലവഴിക്കാനും ഇടയായി തീർന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. എന്നാൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷയോട് കൂടെ നിന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സംഗീത ആവലെ അദ്ദേഹത്തിന്റെ മകളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല, ഞങ്ങള് മറാഠി ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, മഹാരാഷ്ട്രയിലെ പല ഗ്രാമങ്ങളില്, ഗുജറാത്ത് മഹാരാഷ്ട്രയുടെ ബോർഡറുകളില് ഞങ്ങൾ അനേക വീക്സ് പോയി താമസിച്ച്, അനേക ആഴ്ചകൾ ഒന്നിച്ച് പോയി താമസിച്ച് ഗ്രാമം തോറും സഞ്ചരിച്ച് കർത്താവിന്റെ വേല അവിടെ വർദ്ധിക്കുവാൻ, അവിടെ ആ നവാപൂരിന്റെ ആ ഏരിയ വർദ്ധിക്കുവാൻ ദൈവം അതിന് വഴിയൊരുക്കി. അതൊരു പ്രഷ്യസ് ഫാമിലിയാണ് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ. പിന്നെ ഉദയ്പൂർ ചർച്ചിലെ എല്ലാ വിശ്വാസികളും ഞങ്ങൾക്ക് പ്രചോദനം തന്നവരും വി കനോട്ട് ഫോർഗെറ്റ്. ഞങ്ങളുടെ വിശ്വാസികൾ ഞങ്ങൾക്ക് പിന്തുണ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വേല വിപുലമാകത്തില്ലായിരുന്നു. എല്ലാ വിധത്തിലും പാസ്റ്ററിന്റെ ദർശനത്തോട് ഒത്തുനിന്നവര് സഹകരിക്കും, സാമ്പത്തികമായി അവരാൽ കഴിയുന്നത് ചെയ്യുകയും മാനസികമായി ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രത്യേക അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രഷ്യസ് സോൾസ് ഞങ്ങൾക്കിവിടെ തന്നെ. പിന്നെ നിശ്ചയമായിട്ടും കർത്താവ് എത്രയോ അനുഭവങ്ങളിലൂടെ അത്തരത്തിൽ നടത്തി. പ്രത്യേകിച്ച് നവാപൂർ കൺവെൻഷൻ ഞാനും ഒരിക്കൽ നവാപൂർ കൺവെൻഷൻ നടക്കുന്നതിന്റെ ഒപ്പം തന്നെ കുട്ടികളുടെ പ്രവർത്തനം നടന്ന സമയത്ത് അവർക്ക് വന്ന് ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ടീമായിട്ട് വന്നിരുന്നു. അപ്പൊ നവാപൂർ കൺവെൻഷൻ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, കേരളത്തിൽ നിന്നൊരു വ്യക്തി അവിടെ വന്ന് കാണുമ്പോൾ എത്രയോ അത്ഭുതകരമായിട്ടാണ് നടത്തപ്പെടുന്നത്. നവാപൂർ കൺവെൻഷന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അതിന്റെ ഒരു പ്രചോദനം? അതിന്റെ ആ ഒരു തുടക്കം, പ്രത്യേകിച്ച് ഭാരതത്തിൽ തന്നെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് നവാപൂർ കൺവെൻഷൻ. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? കർത്താവ് വലിയൊരു ദർശനത്തോടു കൂടിയാ ഞങ്ങളെ വെസ്റ്റ് ഇന്ത്യയിലെ, അതായത് ഗുജറാത്ത് മഹാരാഷ്ട്രയുടെ വെസ്റ്റേൺ പാർട്ടിലോട്ട് ദൈവം വിട്ടത്. അങ്ങനെ ഗുജറാത്തിലെ ഗ്രാമങ്ങള്, ഗുജറാത്തും മഹാരാഷ്ട്രവും അതിന്റെ ബോർഡറിലുള്ള ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ച് ഇങ്ങനെ പോയി. ഒടുവില് മഹാരാഷ്ട്രയോട് തൊട്ട് കിടക്കുന്ന ഡാങ് എന്ന് പറയും, ആ ജില്ലയിലെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഞാനും മെസ്സിയാൻറ്റി എന്ന് പറയും ഒരു പ്രായമുള്ള സഹോദരി, എനിക്കന്ന് മേ ബി 34-35 വയസ്സ് എനിക്കുണ്ട്. എന്നാ അമ്മച്ചിക്ക് അന്ന് 65, റിട്ടയർഡ് മേട്രനായിരുന്നു പുള്ളി. ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു മേട്രനായിരുന്നു. അവർ റിട്ടയർ ആയി കഴിഞ്ഞ് ഞങ്ങളോട് കൂടെ സഹകരിക്കാൻ ദൈവം വഴിയൊരുക്കി. അതൊരു മിറക്കിളാണ്. സ്ട്രോങ് CNI-കാരിയായിരുന്നു. എന്നാൽ ദൈവജനം പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അവര് അന്നത്തെ കാലത്ത് ഇസ്രായേലൊക്കെ കറങ്ങിച്ച് വന്നവരാണ്. അവരും DP റോയ് എന്ന് പറയും, 2 സഹോദരിമാർ. എന്നാൽ കർത്താവിന്റെ ദാസൻ
വെളിപ്പാട് പുസ്തകത്തിന്റെ ടീച്ചിങ് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളവിടെ കയറി വന്ന് ഞങ്ങൾക്ക് വരാവോ എന്ന് ചോദിച്ചു. കർത്താൻ ദാസം പറഞ്ഞു നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയാ ഇത്. അവർ വന്ന് ആ മീറ്റിങ്ങുകളുടെ ഇടയ്ക്ക് അവർ രക്ഷിക്കപ്പെടുകയും അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം സ്നാനപ്പെട്ട് എൻ്റെ കൂടെ എന്ന് യാത്രയ്ക്ക് തയ്യാറായി. ഞാൻ പോകാൻ എനിക്ക് അസൗകര്യമുള്ള സമയത്തും എന്നെ ധൈര്യപ്പെടുത്തി, ഇല്ല നീ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഫോർ ഇയേഴ്സ് വി വർ ടുഗദർ ട്രാവലിംഗ്. അപ്പൊ എനിക്കതൊരു മദർലി കവറിങ്ങും എനിക്കുണ്ട്. പിന്നെ അവരുടെ ടിക്കറ്റ് ചിലപ്പോഴൊക്കെ അവരെടുക്കും, അല്ലാത്തപ്പോൾ ഞാൻ എടുക്കും. അങ്ങനെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇടയായി തീർന്നു. അപ്പം ഈ മെസ്സിയാൻറ്റി എന്ന് പറയുന്ന ഈ വൃദ്ധയായ സഹോദരി ഞാനും കൂടെ ഞങ്ങള് ഡാങ്ങിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ്, അപ്പം ഓൾറെഡി 3 ആഴ്ച കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, മെസ്സിയാൻറ്റി പറഞ്ഞു, മേരി ക്രിസ്മസ് വരിക, എൻ്റെ ആങ്ങളെയും കുഞ്ഞുങ്ങളും ഒക്കെ എൻ്റെ വീട്ടിൽ വരും. അവർ അൺമാരിഡാ, മിസ്സ വരും. അപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവർ ഓർക്കും അവർ വരുന്നതിന് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. അത് നാണം കേടാ, നമുക്ക് പോകാൻ തിരിച്ച്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരാൻ, ന്യൂ ഇയർ കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ പാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഡാങ്കി ഇന്ന് സുബീർ എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിൽ നിന്ന് ബസ്സിൽ കയറി നവാപൂരിലെത്തി. അപ്പൊ നവാപൂരിൽ 4 മണി 5 മണിയാകുമ്പം സൂറത്തിനുള്ളൊരു ബസ്സുണ്ട്, അതേ കയറി പിന്നെ സൂറത്തിൽ നിന്ന് അഹമ്മദാബാദിൽ വന്ന് അഹമ്മദാബാദിൽ നിന്ന് ഉദയപൂർ, അങ്ങനെ ഞങ്ങളുടെ റൂട്ട് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ 10:11 ബസ്സിൽ കയറി ഇവിടെ എത്തി, നവാപൂർ എത്തി. പക്ഷേ 4 മണി അതിനിടയ്ക്ക് 1-2 മണിക്കൂർ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നു ചായയും സമോസയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. 4 മണിക്കുള്ള ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം ഭയങ്കര തിരക്ക്. 5 മണിക്കുള്ള ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ല, കയറാനൊത്തില്ല, ഭയങ്കര തിരക്ക്. 5:30 ആയപ്പോൾ അവിടുത്തുകാർ പറഞ്ഞു, ഇനിയും സൂറത്തിന് ഇവിടുന്ന് വണ്ടിയില്ല, നിങ്ങൾ ഉച്ചലി പോവാങ്കിൽ, ഉച്ചൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ ബോർഡർ, അവിടുന്ന് ഒരു 3-3.5 കിലോമീറ്റർ കാണും നവാപൂരിൽ. അവിടെ ചെല്ലാമെങ്കിൽ അവിടെ രാത്രി ഒരു ബസ് പോകുന്നുണ്ട്, രാത്രി 8 മണിക്ക്, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞങ്ങൾ ഈ സാധനം ബാഗും പെട്ടിയും, തണുപ്പ് കാലമാണ്, അപ്പം പതയ്ക്കാനുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ തലയെ വെച്ചുകൊണ്ട് ഞങ്ങൾ നടന്നല്ല, അത് വണ്ടിയും വെള്ളമൊന്നും ഇല്ല. അവിടെ നടന്ന് ഈ 3.5 കിലോമീറ്റർ കഴിഞ്ഞ് അവിടെ ചെന്ന് അവിടെ നിന്നു. അവിടെ നിന്ന് 8 മണിയായി, വണ്ടി വരുന്നില്ല. 8:30 വണ്ടി വരുന്നില്ല. ഞങ്ങൾക്ക് വെപ്രാളം, കർത്താവ് രാത്രിയാണെന്ന് ഞങ്ങൾ ആരെ അറിയത്തില്ല, എവിടെ ഞങ്ങൾ രാത്രി ചെലവഴിക്കും, ആരെങ്കിലും വന്ന് ഞങ്ങളെ ആക്രമിക്കും. ആന്റിക്ക് പേടി, ഞാൻ വയസ്സായതാ, നിന്നെ വല്ലവരും ചെയ്യുമോ വല്ലോ എന്നുള്ളത് ആന്റിക്ക് പേടി. എനിവേ ഞങ്ങളിങ്ങനെ തമ്മി പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പം മുമ്പിൽ ഒരു ചായക്കട മുമ്പിൽ നിന്നാണ് ഞങ്ങളീ പറയുന്നത്. ആ ചായക്കടക്കാരൻ ഞങ്ങളെ ശ്രദ്ധിച്ചു. ഞങ്ങൾ ചോദിച്ചു എവിടെ പോകാനാ? അപ്പൊ പറഞ്ഞു ഞങ്ങളിങ്ങനെ സൂറത്തിന് പോകാനുള്ള വണ്ടിക്ക് നിൽക്കുകയാണ്. സൂറത്തിന് പോകാനുള്ള വണ്ടിക്ക് നിൽക്കുകയാണോ? അത് 8:30 കഴിയുമ്പോൾ വരും, പക്ഷേ ഒന്നും വരത്തില്ല, ചിലപ്പോൾ അത് മിസ്സാകുകയും ചെയ്യുന്നു. എനിവേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതേ ഒരു കപ്പിള് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് വൈഫ്, എൻ്റെയൊക്കെ പ്രായം കാണും, അവര് ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ അവരോട് എന്ന് ചോദിക്കാമെങ്കിൽ നിങ്ങൾക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് രാത്രി കിടക്കാൻ അഥവാ വണ്ടി വന്നില്ലെങ്കിൽ എവിടെ ഒരു സ്ഥലം തരണം, ഞങ്ങൾ ഈ കടയിൽ കിടത്തി വെച്ച് നിങ്ങൾ വെളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ ഒന്നും കൊണ്ടുപോകത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞു നിന്നപ്പോഴാ ഒരു ഹസ്ബൻഡ് വൈഫ് അവിടെ നിൽക്കുന്നുണ്ട്, രത്തൻ മാസ്റ്റർ എന്ന് പറയും. പുള്ളിയെ കണ്ടു, പുള്ളിയോട് ഞങ്ങളെ ഇണക്കിച്ച്, തേണ്ട ഇവര് സുവാർത്ഥികളാ, ഗുജറാത്ത് അവിടെ സുവാർത്ഥികളെന്നാ പറയുന്നത്. ചോദിച്ചു സുവാർത്ഥികളാ ഇവര്, നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, ഇവര് കുറെ നേരമായി ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പാട്യമന്ദിര എന്നൊരു സ്ഥലത്ത്, അതായത് ഈ ഉച്ചലിൽ നിന്നൊരു മേബി 30 കിലോമീറ്റേഴ്സ് കാണും, അവിടെ നിന്ന് ഓൾ നൈറ്റ് പ്രയറാണ്. ഈ ക്രിസ്മസിന്റെ സമയത്ത് ഇവർക്ക് ഈ രാത്രി മുഴുവൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അവരൊരു മിഷൻ പ്രവർത്തനത്തിലുള്ള ഒരു സഭയിലുള്ളതാണ്, ഞാൻ പേര് മറന്നുപോയത്, അതിനകത്തെ അംഗങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ രാത്രിജപമുണ്ട്. രാത്രിജപം എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട്, അങ്ങനെ സ്പിരിച്വൽ അല്ല, ബട്ട് ആൻ എന്റർടൈൻമെന്റ്, ക്രിസ്മസിന്റെ ആഘോഷം പോലെ. നിങ്ങൾ വാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് രാവിലെ ഒരു വണ്ടിയുണ്ട്, അതേ ഞാൻ കയറ്റി വിടാന്ന് പറഞ്ഞു. ഓ ആശ്വാസമായി. അവരുടെ കൂടെ ഞങ്ങൾ പോയി. പിന്നെ അടുത്ത വണ്ടി വന്നപ്പോൾ അത് കയറി അവരുടെ കൂടെ പോയി, അവിടെ ഇറങ്ങി. രാത്രി മുഴുവൻ മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി സമയം തന്നു, നിങ്ങൾക്ക് സുവാർത്ഥികളല്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. അപ്പം പുള്ളി ഹാർമോണിയം വായിച്ച് പാടും. അത് കഴിയുമ്പം ആരെങ്കിലും ഒരാള് ബൈബിളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വായിക്കും, അങ്ങനെയൊക്കെ സമയം കഴിക്കായിരുന്നു.
അപ്പൊ ഞങ്ങള് സുവിശേഷം പറഞ്ഞു. മെസ്സിയാൻറ്റി ഇസ്രായേൽ യാത്ര ചെയ്തതിന്റെ സ്റ്റോറി പറഞ്ഞു. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇസ്രായേൽ കണ്ട ഒരു വ്യക്തി അവരടുത്തൊരു പുണ്യവാളത്തിയ. അപ്പം അവർ പിന്നെയും സാക്ഷ്യത്തിനും അവിടുത്തെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് യേശുവിന്റെ കല്ലറയും ഉയർത്തെഴുന്നേറ്റ സ്ഥലവും യേശുവിനെ അടിച്ച സ്ഥലവും എല്ലാം വർണ്ണിച്ചപ്പോൾ ദേവർ എക്സൈറ്റഡ്. ഞാനും ബൈബിളിൽ നിന്ന് ആത്മീയ കാര്യങ്ങളെ അവർക്ക് ഉത്തരവിച്ചു. അങ്ങനെ ആ രാത്രി മൂന്ന് പ്രസംഗങ്ങൾ ഞങ്ങൾ ചെയ്തു, രണ്ടുപേരും. ആ രാത്രി നേരം വെളുത്ത് 5:30 വരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പം ഈ രത്ന മാസ്റ്ററിന്റെ ഒരു ഫ്രണ്ട് വില്യം മാസ്റ്റർ എന്ന് പറയും, അവിടെ മാസ്റ്റർ എന്നാ പറയുന്നത്, ടീം മിഷന്റെ ദി ഇവാഞ്ചലിക്കൽ അലയൻസ് മിഷൻ, അതിന്റെ അംഗങ്ങളാവര്. അപ്പം വില്യം മാസ്റ്റർ എന്നും പറഞ്ഞ് വേറൊരു മാസ്റ്റർ, അവര് ഈ ചെറിയ ഉപദേശികളെ മാസ്റ്റർമാരെന്നാണ് അവര്. അത് ഞങ്ങളോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഇത്രയും നല്ല വചനവും അനുഭവങ്ങളും നിങ്ങൾ മറ്റുള്ളിടത്തൂടെ ഈ ആഴ്ച മുഴുവൻ 21-ാം തീയതി വരെ ഞങ്ങളുടെ ഇവിടെയൊക്കെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ ഇപ്പം പോകണ്ട, ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പുള്ളിയുടെ മകള് നവാപൂർ കരഞ്ചി ഗ്രാമത്തില് ഉണ്ട്, ഞാൻ അവിടെ പോവാം, നിങ്ങൾക്ക് താമസിക്കാനൊക്കെ അവിടെ സൗകര്യം തരാം, നിങ്ങൾ പോകണ്ട, എൻ്റെ കൂടെ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. അതേ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ നവാപൂരിലും ചുറ്റുപാടും ഒക്കെ ഞങ്ങൾ മീറ്റിങ്ങുകൾ ഇങ്ങനെ നടത്തി ആ മാസം കഴിച്ചു കൂട്ടി. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയട്ടെ, ആ കരഞ്ചി ഗ്രാമത്തിലായി ഇന്ന് നവാപൂർ കൺവെൻഷൻ നടക്കുന്നത്. അവിടെ ആദ്യമായിട്ട് ഞങ്ങൾ ചെന്ന് മീറ്റിങ്ങുകൾ നടത്തി. ചിലർ രക്ഷിക്കപ്പെട്ടു, ദൈവദാസന്മാരെ വിളിപ്പിച്ച് അവർ സ്നാനപ്പെടുത്തി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ മീറ്റിംഗ് വെച്ചു. ആ മീറ്റിംഗ് ഒരു സ്കൂളിന്റെ വരാന്തയിൽ വെച്ചാണ് വെച്ചത്. കാരണം നമുക്ക് ഇരിക്കാൻ എടുക്കാനൊന്നും സ്ഥലമില്ലല്ലോ. ആ സ്കൂളിന്റെ വരാന്തയിൽ മേ ബി 30-35 ആളുകൾ വന്ന് കാണും. ഒരു റാന്തലുകളൊക്കെ കത്തിച്ചു വെച്ചിരുന്നേ. അവിടെ വെച്ച് അങ്ങനെ നടന്നു. ആ കൺവെൻഷൻ വരാന്തയിൽ കൊള്ളാതായപ്പം ഒരു പുളിയുണ്ട് അവിടെ വലിയ, ആ പുളിയുടെ ചവിട്ടി വെച്ച് നടത്തി. അങ്ങനെ പിന്നെ വേറൊരു ആലിന്റെ ചവിട്ടി വെച്ച് നടത്തി. അങ്ങനെ വളർന്ന ഇന്ന് ദൈവം അവിടെ ആ വലിയ പന്തലില് കർത്താവിന്റെ ജനം കൂടി വരുന്നതും കൺവെൻഷൻ നടക്കുന്നതും. അതായത് എത്രയോ ആളുകൾക്ക് അനുഗ്രഹമാകുന്നു. ചെറിയൊരു തുടക്കം പ്രതിസന്ധികളിലൂടെയാണ് തുടങ്ങിയതെങ്കിലും കർത്താവ് നടത്തിയത് പ്രശ്നങ്ങളുടെ നടുവിൽ മാറായുടെ കൈപ്പിനെ കർത്താവ് മധുരമാക്കി മാറ്റിയതുപോലെ ആ ദിവസങ്ങളിലെ യാതനകളും പ്രയാസങ്ങളും വലിയൊരു നന്മയാക്കി ഇന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രീസ് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് എക്സൽ ഹോപ്പ് എന്നത്. കുട്ടികൾക്കിടയിലെ പഠനത്തിന് താല്പര്യമുള്ള എന്നാൽ നിർധനരായ കുട്ടികളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് എക്സൽ ഹോപ്പ്. അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് നിൽക്കുന്നത് പ്രാർത്ഥനയോടെ സഹകരിക്കുന്ന വ്യക്തിയാണ് തമ്പി മാത്യു. പ്രത്യേകിച്ച് നമ്മുടെ ഫിലദൽഫിയ ബൈബിൾ കോളേജിന്റെ കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അതിന്റെ തുടക്കം, ദേവദാസന്റെ പ്രത്യേകിച്ച് അങ്കിളുടെ ദർശനമൊക്കെ, അവിടുത്തെ അത്രമാത്രം നിങ്ങളുടെ വേല വിശാലമായതൊക്കെ പറയാറുണ്ട്. എങ്ങനെയായിരുന്നു ഫിലദൽഫിയ ബൈബിൾ കോളേജിന്റെ തുടക്കം? അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു ദർശനത്തിലേക്ക് വരുന്നത് എന്ന് അറിയാൻ താല്പര്യം. 1980 ഗുജറാത്തിന്റെ മഹാരാഷ്ട്രന്റെ ബോർഡറില് ഈ വലിയ ആത്മപകർച്ചയും ഉണർവും ആയപ്പോൾ ധാരാളം സഭകൾ ഉണ്ടാകുവാനിടയായി. സഭകൾ ഉണ്ടായപ്പോൾ അവിടെ ഈ സഭകളെ നടത്തിപ്പാരില്ലാതായി. കാരണം ഞങ്ങളുടെ ഒരു ടീമായിട്ടായിരിക്കും, അല്ലെ 1-2 മറ്റുള്ളവരെ അവിടെ കൊണ്ടാക്കിയാൽ ഇത് നമുക്ക് കാറ്റർ ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ദേവദാസൻ വളരെ ഭാരത്തോടെ പ്രാർത്ഥനയിലായിരുന്നു, കർത്താവിന് വഴി കാണിച്ചു തരണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ, നീ ആത്മാക്കളെ തന്നു, സഭകളെ തന്നു, ബട്ട് ഹൗ ടു ഗെറ്റ് അലോങ് വിത്ത് ദം, എങ്ങനെ അവരെ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ള ആ ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മസ്കറ്റിൽ നിന്നും ഞങ്ങളുടെ ഉദയപൂരിൽ നിന്നും കടന്നുപോയ ഒരു ഫിലിപ്പ് തയ്യിൽ എന്നും പറഞ്ഞൊരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം പെന്തക്കോസ്തുകാരനൊന്നുമല്ല, പക്ഷെ പെന്തക്കോസ്തുകാരെക്കാളും വലിയ അനുഭവമുള്ളവരാണ്. ഈ അത്ഭുത രോഗശാന്തിയോട് വെച്ച് പ്രാപിച്ച് കടന്നുപോയത്. അപ്പം അദ്ദേഹം വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങൾക്ക് എപ്പോൾ ബുദ്ധിമുട്ടോ ഞെരുക്കോ ഉണ്ടായ സമയത്ത് പുള്ളി എന്തെങ്കിലും സഹായിക്കും, അല്ലെങ്കിൽ പാസ്റ്ററിനെ അങ്ങോട്ട് വിളിക്കും. അങ്ങനെ ആ വർഷം വിളിച്ച് അവിടെ ചെന്ന സമയത്ത് കണ്ടുമുട്ടിയതാണ് ഒരു മീറ്റിങ്ങിൽ വെച്ച് പാസ്റ്റർ തമ്പി മാത്യു. പാസ്റ്ററിന്റെ അനുഭവങ്ങളും സഭകളുടെ ഉത്ഭവങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തമ്പി മാത്യു ബ്രദറിനോട് ഇടപെട്ടു. യോഗം കഴിഞ്ഞപ്പോൾ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയുന്നു ഒരു ചെറിയ ബൈബിൾ സ്കൂൾ ആരംഭിക്കാം, ഞാൻ 5 കുട്ടികളെ സഹായിക്കാം, പാസ്റ്റർ തുടങ്ങുന്നെങ്കിൽ തുടങ്ങാട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും സമീപിക്കാം, കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ എന്നിലുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അന്നേരം പാസ്റ്റർ
വലിയ എക്സൈറ്റഡ് ആയിട്ട് തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, അത് ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. അങ്ങനെ ഗുജറാത്തിലെ സോൻഗഡിലെ 5 കുട്ടികളെ എടുത്ത് തുടങ്ങിയതാ ഫിലദൽഫിയ ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ ബൈബിൾ കോളേജ്. അന്ന് ബൈബിൾ കോളേജ് ഒന്നും അല്ല, ഒരു ട്രെയിനിങ് സെന്റർ പോലെ 5 കുട്ടികളെ എടുത്തു തുടങ്ങി. ആ വർഷം തന്നെ അത് വളർന്ന് 10-20 കുഞ്ഞുങ്ങളായി. അവരെ ദൈവം അവിടെ ട്രെയിനിങ് കൊടുക്കുവാനും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനും വചനം പഠിപ്പിക്കാനും ശുശ്രൂഷയ്ക്ക് ഒരു ദിവസം അവർ എത്ര സഭയെ നടന്ന് പ്രസംഗിക്കണം, അത് അത്രയും സഭകൾ തയ്യാറാണ്. അങ്ങനെ ദൈവം അവിടെ ആ വേല വളർത്തി. അവിടെ ഒടുവില് സ്റ്റുഡൻസ് കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പോകാനും അവിടെ സഹകരിക്കാനും പറ്റാതായപ്പം ഉദയപൂരിൽ അത് ഷിഫ്റ്റ് ചെയ്തു. അതിനു മുൻപേ ഉദയപൂരില് 10 വർഷം 71 ഡിസംബർ തൊട്ട് ഉദയപൂരിൽ ഒരു ചെറിയ സെന്റർ ഉണ്ടായിരുന്നു സഹോദരിമാർക്ക് വേണ്ടി, വിമൻസ് ബൈബിൾ ട്രെയിനിങ്. അത് ഉദയപൂരിൽ നടക്കുന്നത് എല്ലാ സമ്മറിലും വരുന്നത്. ആദ്യത്തെ വർഷം ഡിസംബറിലായിരുന്നെങ്കിലും പിന്നെ എല്ലാം അത് മെയ് പകുതി തൊട്ട് ജൂൺ അവസാനം വരെ നടക്കും. അങ്ങനെ ബൈബിൾ ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ താമസിച്ചിരുന്ന ഗോസ്പൽ സെന്ററിന്റെ മുമ്പേ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ ആ ബിൽഡിങ്ങിന് അതിനകത്തായിരുന്നു. അത് ഒരത്ഭുതം തന്നെയാണ്. അതിനകത്ത് മുറികളുണ്ട്, പക്ഷെങ്കിൽ ബാത്റൂം ടോയ്ലറ്റ് ഒന്നേ ഉള്ളൂ. ഈ ഒറ്റ ടോയ്ലറ്റ് ബാത്റൂം കൊണ്ട് ഞങ്ങള് 10-20 സഹോദരിമാര്, പഠിപ്പിക്കാൻ വരുന്ന സാറന്മാര്, പിന്നെ ഞങ്ങളുടെ കുടുംബം, ഇതെല്ലാം അവിടെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നടത്തി. എന്നാൽ കുഞ്ഞുങ്ങൾ കൂടി വന്നപ്പോൾ ഞങ്ങൾ പിന്നെ വെളിയിൽ സ്കൂളും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തന്നെ ഉള്ളതായ ഹോളുകൾ ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത് നടത്തി. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 82 തൊട്ട് ഈ ഗുജറാത്തിൽ തുടങ്ങിയതായി ബൈബിൾ സ്കൂൾ ഉദയപൂർ ഷിഫ്റ്റ് ചെയ്തു. അപ്പം സഹോദരിമാരുടെ നിർത്തി. ഈ സഹോദരന്മാരെ ദൈവം ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ദൈവം വളർത്തിക്കൊണ്ടുവന്നു. ആ വന്ന സമയത്ത് 2004 അവിടെ ഒട്ടും സ്ഥലമില്ല, വാടകയ്ക്കാരും സ്ഥലം തരത്തില്ല. ക്രിസ്ത്യാനികളെ ഇവിടെ കുറഞ്ഞ ജാതിക്കാരായിട്ടാണ് എണ്ണുന്നത്. ക്രിസ്ത്യാനികൾക്കാരും വീട് പോലും വാടകയ്ക്ക് തരാൻ തയ്യാറല്ല. പിന്നെ ഈ ചെറുപ്പക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങിയ പിന്നെ ഈ ഇവിടെ ഇങ്ങനെ കുങ്കിട്ടിട്ടുകൊണ്ട് നടക്കുന്ന സംസ്കാരമുള്ളിടത്ത് ചെറുപ്പക്കാരായ സഹോദരന്മാർ വന്ന് താമസിക്കുന്നവർക്കൊന്നും ഇഷ്ടമല്ല. ഒരു വർഷം തന്നെ ഞങ്ങൾക്ക് 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ബൈബിൾ സ്കൂള്. കാരണം അയൽവക്കക്കാര്, വീട്ടുടമ എല്ലാം ഞങ്ങളുടെ മേൽ പ്രഷർ ചെയ്ത് ഞങ്ങൾ മാറേണ്ടി വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം ഈ ക്യാമ്പസ് ദൈവം ഞങ്ങൾക്ക് തന്നു. ക്യാമ്പസ് തന്നെങ്കിലും അതിൻ്റെ തന്നെ പൈസ കൊടുത്ത് തീർത്തിട്ടില്ല, ഇൻസ്റ്റാൾമെന്റില്ല കൊടുത്തോണ്ടിരിക്കുന്നത്. ബിൽഡിങ്ങിന്റെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ സമയത്ത് തമ്പി മാത്യു ഉദയപൂരി വന്ന് പാസ്റ്റർ ധൈര്യത്തോടെ അങ്ങോട്ട് തുടങ്ങി, ഒരു മുറി അങ്ങോട്ട് പണിയാൻ തുടങ്ങി. 18,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം. അങ്ങനെ പാസ്റ്റർ വിശ്വാസത്തിൽ വലിയ സ്ട്രോങ് ആയിരുന്നു, എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ച് തുടങ്ങി. ആദ്യത്തെ പില്ലറിന്റെ കുഴി എടുത്ത് ആ പില്ലർ കെട്ടിയപ്പോ തന്നെ ആ പൈസ തീർന്നു. പിന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയത്. ഇതിനിടയ്ക്ക് ഒരു സഹോദരൻ ജെയിംസ് വർഗീസ് എന്ന് പറയും, ഒരു സിമെന്റ് കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യായിരുന്നു. അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു, നീ എനിക്ക് വേണ്ടി ആലയം പണിയാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം നിയമച്ചില അവിടുന്ന് പാസ്വാടെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്ന് പ്രവർത്തിച്ച സമയത്ത്, അപ്പം പാസ്വാടെയുള്ള പാസ്റ്റർ ചെന്ന് ചോദിച്ചു, ജോർജ് മാത്യു എന്ന് പറയും, ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്, ആ ഏരിയ നോക്കുന്ന ഒരു ലീഡറാണ്. ഞാനൊരു ദർശനം കണ്ടു, ഞാൻ 3 നിലയുള്ള ഒരു ആലയം ദൈവത്തിന് വേണ്ടി പണിയുന്നു. ജോർജ് മാത്യു ചിരിച്ചു കുറെ നേരം കഴിഞ്ഞ്, പാസ്റ്റർ ചിരിക്കാതെ ഞാൻ കണ്ടതാ. സംഭാഷണത്തിനിടെ പുള്ളിക്ക് ഓർമ്മ വന്നു, ഞങ്ങളുടെ ഉദയപൂരിലെ അച്ഛൻ എപ്പോഴും പറയും ഞാൻ 3 നിലയുള്ള ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നു. അത് കേട്ടതോടെ ഈ ജെയിംസ് വർഗീസ് ഉദയപൂരിലെത്തി പാസ്റ്ററോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ആശയം നല്ലത് തന്നെ, ആഗ്രഹം എനിക്കും ഉണ്ട്, എന്നാൽ ഇത് പ്രാവർത്തികം എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ പൈസയില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ കൂലിപ്പണിക്കാർക്കുള്ള പണി ആ പൈസ മാത്രം ഉണ്ടാക്കും, മെറ്റീരിയൽ ഞാൻ അറിയുന്നവരാ കടക്കാരൊക്കെ, അവർ നമുക്ക് ലോൺ തരും, നമുക്ക് പിന്നെ കുറേശ്ശെ കൊടുത്തു തീർക്കാം. അത് കേട്ടതോടെ പാസ്റ്റർ എടുത്തു ചാടി. അങ്ങനെ ഈ ബൈബിൾ സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങി. ഇന്ന് ദൈവം അനുഗ്രഹിച്ച് അനവധി കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ച സഹോദരങ്ങൾ പഠിച്ച് ട്രെയിൻഡായി അവര് ദേശത്തിന്റെ നാനാഭാഗത്തും പ്രവർത്തനത്തിലായിരിക്കുന്നു. അനേക ലീഡേഴ്സിനെ വാർത്തെടുക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സകല മഹത്വം കർത്താവിന്. എത്രയോ പേരെ, പ്രത്യേകിച്ച് തദ്ദേശീയരായവരെ തന്നെ ഒരുക്കാൻ പാസ്റ്റർക്ക് കൊടുത്ത ദർശനം വടക്കേ ഇന്ത്യയിലുള്ള രാജസ്ഥാനികളായ ആളുകളെ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നുള്ളവരൊക്കെ
എത്രയോ ദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പഠിച്ചു. ഇന്ന് അനേകർ ദൈവവേലയിൽ കർത്താവിന്റെ കാര്യത്തിൽ അവർ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു സേവനമായിരുന്നു. പ്രത്യേകിച്ച് ബൈബിൾ കോളേജിന്റെ തുടക്കത്തിൽ ആ ബിൽഡിംഗ് പണിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം കേട്ടിട്ടുണ്ട്. അത് പൊളിച്ചു കളയേണ്ട ഒരു സാഹചര്യം വന്നതായിട്ട്, എന്നാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവത്തെ കുറിച്ച് എന്റെ ഒന്ന് പങ്കുവെക്കാമോ? അത് പ്രത്യേകിച്ച് പെർമിഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായത്, അതും ഒരു പ്രചോദനമായി തോന്നുന്നു. എന്റെ അതൊന്ന് പങ്കുവെക്കും. ഞങ്ങള് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ വി വർ ടോട്ടലി ഇഗ്നോറന്റ്. അറിയത്തില്ലായിരുന്നു ഇവിടെ കെട്ടിടം പണിയുന്നതിന് തടസ്സമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ലേക്കിന്റെ സൈഡായത്, ബാക്ക് വാട്ടർ ഒക്കെ അല്ലെങ്കിൽ വെള്ളം ഒലിച്ചു വരുന്നതൊക്കെ ഇതിലെയൊക്കെ. അതുകൊണ്ട് ഗവൺമെന്റ് ഇങ്ങനെ, അത് ഒത്തിരി പഴക്കമുള്ള ഒരു പിന്നെ തടസ്സവും അല്ലായിരുന്നു. ആ ഇടങ്ങളിലങ്ങ് ആ ഇടയ്ക്കെങ്ങാണ്ട് ഉണ്ടാക്കിയൊരു നിയമമൊക്കെയാണ്. സ്ഥലം വാങ്ങിച്ചു, പണി തുടങ്ങി. പണി പിന്നെ ആദ്യത്തെ റൂഫ് ഇടുന്ന സമയമായപ്പോൾ സിറ്റി ഓഫീസിൽ നിന്ന് ആളുകൾ വന്നു, നിങ്ങൾ ഇത് പെർമിഷൻ ഇല്ലാത്തത് പണിതുകൊണ്ട് ഇത് ഇടിച്ചു കളയാൻ ഉത്തരവായെന്നുള്ളത്. അയ്യോ, എന്തോ ചെയ്യാനാ, കടകളിൽ കടം കൊടുക്കാൻ ബാക്കി, ദൈവമക്കൾക്കുള്ള പൈസയെല്ലാം ഇതിനകത്ത് ഇട്ട് വളരെ കഷ്ടപ്പെട്ട് ഇത്രത്തോളം ആക്കി. ദൈവമേ എങ്ങനെ തിരിഞ്ഞു, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു മുസ്ലിം ഒരു സഹോദരൻ എന്ന് പറയുമ്പോൾ മുസ്ലിം ആ പുള്ളി, പക്ഷെങ്കിൽ പുള്ളിയെ ചെന്ന് കണ്ടു. പുള്ളി ഇൻസ്പെക്ടറാണ്. അപ്പൊ പറഞ്ഞു, മത്തി സാറേ, എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഇത് നിയമമാണ്. പിന്നെ നിങ്ങള് അള്ളാഹുടെ അള്ളാഹ് നിങ്ങൾക്ക് സഹായിക്കാതിരിക്കത്തില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എനിവേ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒടുവില് പുള്ളി ഇങ്ങനെ ഇതിന്റെ റൂഫ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത്, സിമെന്റ് നനഞ്ഞ സമയത്ത് പുള്ളി അതിലൊരു ഡേറ്റ് ഇട്ടിരുന്നു. ആ ഡേറ്റും ഈ ഓർഡർ ഇറക്കിയ ഡേറ്റുമായിട്ട് ആ ഇൻസ്പെക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ജയിച്ചു. കാരണം ഈ ഡേറ്റ് നേരത്തെയാണ്, നിങ്ങൾ റൂഫ് ഇട്ട നേരത്തെയാണ്, ഓർഡർ പിന്നെ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ അന്നത്തെ ഒരു നിയമം കൂടെ ഉണ്ടായിരുന്നു. നിയമമാണോ അതോ ഒരു അവരുടെ ഒരു ധാരണയാണോ? റൂഫ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കാൻ പാടില്ല. ഇപ്പൊ ഒക്കെ ഇടിക്കുന്നുണ്ട്, അന്ന്. അപ്പം ഈ ഡേറ്റ് കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടു. എനിവേ വരാതിരിക്കത്തില്ല, ടീം അവിടെ വരും, അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. എനിവേ ഇവിടെ കടന്നു വന്ന് ഈ റൂഫ് ഇട്ടേച്ച് ഇങ്ങനെ പില്ലറൊക്കെ വെച്ചേച്ച് വെള്ളം നിറച്ചിടുന്ന ആ സമയമായിരുന്നു. അവർ ടീം വന്നു. ടീം വന്നപ്പോൾ ഇവിടെയുള്ള വിശ്വാസികളും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തലേ വെള്ളം വീഴുന്നുണ്ട്, എന്നാലും അത് മാറാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കടന്നു വന്ന ഓഫീസേഴ്സ് കണ്ടപ്പോൾ അവർക്ക് വലിയ അതിശയമായിട്ട് തോന്നി, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ ഇൻസ്പെക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവർ ക്രിസ്ത്യാനികളെ, അവർ പ്രാർത്ഥിച്ചതെല്ലാം ചെയ്യുന്നത്. അവര് റിപ്പോർട്ട് എഴുതി വെച്ച് പോയി. ഞങ്ങൾ പോയി അവിടെ ഇവരുടെ ധാർമ്മിക കർമ്മ പോരാർത്ഥം എന്നും പറഞ്ഞ് എഴുതി വെച്ച് പോയി. ദൈവം അന്ന് തൊട്ട് ഇന്ന് വരെ സുരക്ഷിതമായി സൂക്ഷിക്കും. എത്രയോ അത്ഭുതകരമായി അതിശയകരമായി ദൈവം നടത്തുകയാണ്. ദൈവമക്കളെ പോറ്റുന്നു. പ്രത്യേകിച്ച് വടക്കേന്ത്യൻ മേഖലകളിൽ 19ാമത്തെ വയസ്സിൽ രാജസ്ഥാനിലെത്തിയ ദൈവം മനുഷ്യന്റെ ഓരോ സ്റ്റെപ്പുകളിലും കർത്താവ് കൂടെ നിന്നു. അദ്ദേഹത്തോട് കൂടെ വേല ചെയ്യാൻ പ്രിയ ആന്റിയെ കർത്താവ് ബലപ്പെടുത്തി, കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തി. എത്രയോ അനുഭവങ്ങൾ ആണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ തന്റെ സമയം വേല തികച്ചപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വേദന നിറഞ്ഞൊരു സമയമായിരുന്നു, എന്നാൽ പ്രത്യാശയിൽ നിന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തത്? സഭയുടെ കാര്യം, ബൈബിൾ കോളേജിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ആ ഒരു കർത്താവിന്റെ ദാസൻ ദൈവസന്നിധി ചേർക്കപ്പെട്ടതിന് ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ആന്റിയും കുടുംബവും? ഞങ്ങള് വാസ്തവം പറഞ്ഞാൽ വളരെ എന്തോ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തവരെ പോലെ, വചനത്തിൽ എവിടെ എഴുതിയിട്ടില്ല, ഞാൻ റിപ്പോർട്ടറിനെ പോലെ ആയി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് ആയിപ്പോയി. ഒന്നും ചിന്തിക്കാനോ അല്ലെ മിനിസ്ട്രിയുടെ പ്ലാൻ ചെയ്യാനോ ഒന്നും അവസരം കിട്ടിയില്ല. ആ സമയത്തൊന്നും അത് ചെയ്തില്ല. എന്നാൽ ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം നടത്തി തന്നു. അത്രേ എനിക്ക് പറയാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിനകത്ത് മരണമോ ആപത്തോ വാളോ എന്തു വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും കൂടെ ദൈവം പകരുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഞങ്ങൾ ഓർക്കുകയുണ്ടായി. കർത്താവിന്റെ ദാസൻ കടന്നുപോയി കഴിഞ്ഞ് സഭ മിനിസ്ട്രി വിശാലമായതായിരുന്നല്ലോ. ബൈബിൾ സ്കൂളുണ്ട്, ചർച്ച് പ്ലാന്റിംഗ് ഉണ്ട്,
പിന്നെ ട്രെയിനിങ് പിന്നെ ഉദയപൂരിലെ കൂടാതെ പ്രാദേശിക തലങ്ങളിലുള്ള ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അപ്പൊ ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾ, സെക്രട്ടറിയും ടീമും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ചേച്ച് പറഞ്ഞു, ദേവദാസന്മാരെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമ്മുടെ സഭ ഒരു മൾട്ടി കൾച്ചറൽ സഭയാണ്. ഹിന്ദിയും വേണം, ഇംഗ്ലീഷും വേണം, മലയാളവും വേണം. കാരണം പല ഭാഗത്തിൽ നിന്നുള്ള വിശ്വാസികളാണ്, പല ഭാഷക്കാർ, പല ജാതിക്കാർ. ഇവരെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാവുന്ന ഒരു ദൈവദാസനെ നിങ്ങൾ അന്വേഷിക്കും. ഞങ്ങള് കുടുംബമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ നിങ്ങളുടെ തീരുമാനം. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ, ആരെങ്കിലും ഇവിടെ വന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കത് തീരുമാനിക്കണം. കാരണം അധികം ദിവസങ്ങൾ മുമ്പോട്ട് പോയാൽ കൺഫ്യൂഷൻ ഉണ്ടാകും, ശിഥിലതയുണ്ടാകും, അതിന് ശത്രുവിന് ഇടം കൊടുക്കരുത് എന്നും പറഞ്ഞ് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു എൽഡർ പറഞ്ഞു, ആൻറ്റി ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് പോളിനെ പിന്നെ പറഞ്ഞു, പോൾ ഈസ് ടു യങ്, യൂത്ത് മിനിസ്ട്രി ചെയ്യും, വർഷിപ്പ് ലീഡ് ചെയ്യും, ബൈബിൾ സ്റ്റഡി നടത്തും. പക്ഷെ ഒരു സഭ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ മരണമുണ്ട്, കല്യാണമുണ്ട്, വീടിന്റെ സമർപ്പണമുണ്ട്, എല്ലാം ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. പറഞ്ഞ് പുള്ളി ചെയ്യുന്നത് ഞങ്ങൾക്ക് മതി, ബാക്കിയുള്ള ദൈവദാസന്മാരുണ്ടല്ലോ വേറെ, അവരൊക്കെ കൂടെ ചെയ്തു. പറഞ്ഞപ്പോ എല്ലാവരും അത് തന്നെ അംഗീകരിച്ചു. എനിക്കറിഞ്ഞുകൂടെ അവർ തമ്മിൽ സംസാരിച്ചിട്ടാണോ വന്നതെന്ന് എനിക്കറിയില്ല. പോളിനോട് സംസാരിച്ചോ പോള് പറഞ്ഞു, ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ഡു. എനിക്ക് ഞാനിവിടെ ജനിച്ചു വളർന്ന ആയതുകൊണ്ട് മലയാളത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. മലയാളത്തിൽ പ്രസംഗിക്കണ്ട, ഞങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്തോളാം. എനിവേ അങ്ങനെയാണ് തീരുമാനിച്ചു. ബൈബിൾ കോളേജിന്റെ ഉത്തരവാദിത്വം നേരത്തെ തൊട്ട് ഡോക്ടർ ഫിന്നി അത് കൈകാര്യം ചെയ്യായിരുന്നു, മിഷൻ ആൻഡ് ബൈബിൾ കോളേജ്. അദ്ദേഹം അത് ദൈവത്തിന്റെ വലിയ കൃപ ഉണ്ട്, അത് ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം അതിനുള്ള പ്രാഗൽഭ്യവും അതിനുള്ള നടത്തിപ്പും കൊടുത്ത് ധൈര്യവും കൊടുത്തു. മിഷന്റെ പ്രവർത്തനത്തിൽ ജോയ് പന്നൂസ്, ഞങ്ങളുടെ മൂത്ത മരുമകനും മകളും, അവര് കാനഡയിൽ താമസിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നു. മിഷൻ എക്സ്പാൻഷനും ചർച്ച് പ്ലാന്റിന്റെ വിഷയത്തില് അവര് സഹകരിച്ച് അവരുടെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ അവര് കർത്തവ്യബോധത്തോടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് ഞങ്ങളുടെ സഹോദരങ്ങള് നാട്ടിൽ നിന്നും പാസ്റ്റർ കെ വി അബ്രഹാം കുടുംബമുണ്ട്, പാസ്റ്റർ കെ വർഗീസ് കുടുംബമുണ്ട്, ഇവിടുത്തുകാരായ പ്രഗത്ഭരായ നേതാക്കൾ ദൈവം എഴുന്നേൽപ്പിച്ച് അവരുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഭംഗിയായിട്ട് കർത്താവിന്റെ വേല മുമ്പോട്ട് പോകുന്നു. ദൈവം സഹായിക്കുന്നു. ദൈവം ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല, തള്ളിക്കളയുകയില്ലെന്ന് പറഞ്ഞത് പാഴ്വാക്കല്ല, യഥാർത്ഥമായി ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ പ്രവർത്തനം മുമ്പോട്ട് പോകും. നിശ്ചയമായും ഇത്രയും വലിയ ശുശ്രൂഷകളുടെ അമരക്കാരനായി നിന്ന് ദൈവസന്നിധിയിലേക്ക് അദ്ദേഹം ചേർക്കപ്പെടുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് കൂടുതൽ പൊലിമയോടെ, ശോഭയോടെ, കൂടുതൽ ആത്മാക്കളോടെ ഇന്നും ആ പ്രവർത്തനം നിലനിൽക്കുന്നു. ദൈവം വിശ്വസ്തൻ. പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും പ്രവർത്തിക്കുമ്പോൾ നിരവധി കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ആന്റിയോടുള്ള ബന്ധത്തിൽ പെൺകുഞ്ഞുങ്ങൾ നിരവധി പേരെ സമർപ്പിക്കുന്നത് കാണാറുണ്ട്. അവർ ജോലിയോടുള്ള ബന്ധത്തിലും പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ആന്റിയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേക ഒരു സഹോദരി എന്ന രീതിയിൽ ദൈവ പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ടൊരു ദൈവദാസന്റെ ഒരു ജീവിത പങ്കാളിയായി വടക്കേ ഇന്ത്യയിലോ മറ്റെവിടെയോ ദൈവവേല ചെയ്യുമ്പോൾ ഒത്തിരി ചലഞ്ചസ് ഉണ്ടാകും. എങ്ങനെയായി അങ്ങനെയുള്ളവരോട് ആന്റി, അല്ലെങ്കിൽ എന്തെല്ലാം ഒരു ചലഞ്ചുകളിലൂടെയാണ് ആന്റി കടന്നു പോയിട്ടുള്ളത്? അങ്ങനെ അവർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ, അങ്ങനെ തീരുമാനമെടുക്കുന്ന ആളുകൾക്ക് ഒരു ധൈര്യം കൊടുക്കാൻ ആന്റി എന്തായിരിക്കും പറയുന്നത്? ചാലഞ്ചുകൾ ഒത്തിരിയുണ്ട്. എന്നാൽ നമ്മൾ ചലഞ്ചുകളിൽ അല്ല നമ്മുടെ കണ്ണു പതിക്കേണ്ടത്. ചാലഞ്ചുകൾക്ക് ഉപരിയായിട്ട് നമ്മുടെ മിഷനെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ ഉറപ്പിച്ച് നാം ഉദ്ദേശശുദ്ധിയോടെ, ജീവിത വിശുദ്ധിയോടെ, തീരുമാനത്തിന്റെ ശക്തിയോടെ നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. നമുക്ക് മുൻപന്തിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമല്ല, അങ്ങനെ പ്രസംഗിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗങ്ങൾക്ക് പങ്കാളികളായിട്ട് സഹോദരന്മാർക്കെല്ലാം ചെയ്യാനൊക്കും, പ്രസംഗിക്കാനും നോക്കും. ദൈവം അതിനുള്ള ശക്തിയും കഴിവും നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ അനേക സഹോദരിമാര് ശക്തിയായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു സേന തന്നെയുണ്ട്, പ്രാർത്ഥനാ സേന എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് സഹോദരന്മാർക്ക് ചെല്ലാനൊക്കാത്തടത്ത്
അവർ ഇപ്പം ഈ സൂം തുടങ്ങിയ പിന്നെ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവർ വീടുകളിൽ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് അങ്ങനെ അനേകരെ മുമ്പോട്ട് നടത്താൻ അവരെ കൊണ്ട് കഴിയും. തന്നെയുമല്ല, ദൈവദാസന്മാർക്ക് തക്ക തുണയായിട്ട് അതേ ദർശനം നമ്മൾ ഏറ്റെടുത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവദാസന്മാർക്ക് അതൊരു വലിയ ബലമാണ്. എത്ര വലിയ പ്രാസംഗികരും എത്ര വലിയ ദൈവദാസന്മാരാണെങ്കിലും അവരുടെയും മനം കലങ്ങുന്ന സമയങ്ങളുണ്ട്. ഭയത്തിന്റെ ചലഞ്ചുകളെ ഫേസ് ചെയ്യുമ്പോൾ, അപകടങ്ങളെ അല്ലെങ്കിൽ അപായപ്പെടുത്തുന്ന ജീവിതത്തെ തന്നെ അപായപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ വരുമ്പോഴൊക്കെ അവർ പതറും. എന്നാൽ ഒരു ദർശനം പ്രാപിച്ച ആത്മനിർഭരമുള്ള ഒരു ദൈവ പൈതല് അങ്ങനെയുള്ള ദൈവദാസന്മാരോട് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി പ്രചോദനവും ധൈര്യവും ലഭിക്കും. അത് സഹോദരിമാർക്ക് എല്ലായിടത്തും കയറി ചെല്ലാം പ്രവർത്തിക്കാം, എന്നാൽ സഹോദരന്മാർക്കൊക്കത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഒരു സഹോദരി തന്നെയുള്ള ഒരു വീട്ടിലൊരു സഹോദരൻ പാനൊക്കത്തില്ല. തന്നെയല്ല, പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് അവർക്ക് മുമ്പോട്ട് പോകാൻ പാടാ. എന്നാൽ ഒരു സഹോദരിയോട് സുവിശേഷം പറഞ്ഞാല് അങ്ങനെ കർത്താവിന്റെ വചനം ധാരാളമായിട്ട് പരക്കാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾ ഗുജറാത്തിലെ ടീമായിട്ട് പോകാം. അതിന്റെ ഗുജറാത്തിലെ ഉണർവിന്റെ ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ ടീമായിട്ട് ഉദയപൂരിന് പോകാറുണ്ട്. ഉദയപൂരിലെ സഹോദരിമാരൊക്കെ കൂടെ ചേർന്ന് 5, 6, 7 പേരും കൂടെ ചേർന്ന് പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സഹോദരിമാർ കാണുന്ന ഒരു 10-20 പേര്. അപ്പൊ ഞങ്ങള് ഒരു 10-30 പേരുള്ള ഒരു ടീമാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്കും ആഹാരം കിട്ടാൻ പാടാ. കാരണം 2-3 പേരാണെങ്കിൽ ആരും നമുക്കൊരു ആഹാരം തരും. 10-30 പേര് ഒരിടത്ത് ചെന്നാൽ അവർക്ക് തരാൻ അവരുടെ തന്നെ ഇല്ല, അതിനുള്ള സാഹചര്യമില്ല. എന്നാൽ ഈ സഹോദരിമാർ ആത്മാവിൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പല സഹോദരിമാരുടെ പ്രാർത്ഥനകളിൽ കൂടെ നടന്നിട്ടുണ്ട്. അനേക സഹോദരിമാര് അത്ഭുതമായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. രോഗശാന്തിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഭൂതങ്ങളെ ഇറക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കള്ളുകുടിയന്മാരുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് അവരെ സമർപ്പിക്കപ്പെടാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിലും എൻ്റെ വിശ്വാസവും ഇത് തന്നെയാണ്. സഹോദരിമാർക്ക് ഒട്ടും കുറവല്ല ദൈവവേലയ്ക്കുള്ളതായ പങ്ക്. ആന്റിയുടെ ജീവിതത്തിലൂടെ തന്നെ ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇത് കേൾക്കുന്ന സഹോദരിമാർക്കും അതൊരു പ്രോത്സാഹനമാണ്. പ്രത്യേകം നമ്മുടെ വടക്കേ ഇന്ത്യയിലേക്ക് നമ്മുടെ സാറിന്റെ അങ്കിളിന്റെ തോമസ് മാത്യു അങ്കിളിന്റെ യാത്ര, ഒത്തിരി അനുഭവങ്ങൾ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ദേവദാസനോട് ചോദിച്ചു വടക്കേ ഇന്ത്യയിലേക്ക് പോകാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് ചോറുപേക്ഷിക്കുക, മറ്റൊന്ന് നീ മലയാളം വിടുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എത്രയോ ഒരുക്കങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോവുകയും വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം എത്തുകയും ചെയ്തു. ഇന്നും വടക്കേ ഇന്ത്യയുടെ വയൽ പ്രദേശങ്ങൾ തുറന്നു കിടക്കുന്നു. ഇത് കേൾക്കുന്ന ആളുകളോട് വടക്കേ ഇന്ത്യയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സാധ്യതയെ കുറിച്ച് എന്താണ് ആന്റി, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ വടക്കേ ഇന്ത്യയുടെ സാധ്യതയെ കുറിച്ച് ആന്റി എന്താണ് പറയുന്നത്? വടക്കേ ഇന്ത്യയില് ഒരുപാട് വേല ഇനി ചെയ്തു തീർക്കാനുണ്ട്. കേരളത്തിൽ എന്ന് പറയുമ്പം ധാരാളം ക്രിസ്ത്യാനികളുണ്ട്, ധാരാളം വിശ്വാസികളുണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ അതില്ല. വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ മൈലുകൾ യാത്ര ചെയ്താൽ പോലും ഒരു കത്തോലിക്ക പള്ളിയുടെ കുരിശ് പോലും കാണാത്ത സ്ഥലങ്ങളുണ്ട്. അനേകം മൈലുകൾ യാത്ര എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല, യേശു ആരാന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം ഒരുപാട് നീഡുണ്ട് സുവിശേഷം അറിയിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം പ്രവർത്തിക്കാനും ഒരുക്കമായിരിക്കുകയാണ്. ഞങ്ങളുടെ അനുഭവത്തില് ഒരു സാധാരണക്കാരി എന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവിടെ ദൈവം ഒരു രോഗസൗഖ്യം ചെയ്യും. അതിലൂടെ മറ്റുള്ളൊരു കർത്താവിനെ അറിയാനിടയായിത്തീരും. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരി, ഒരു ഹിന്ദു സഹോദരി, താണജാതിയല്ല, അല്പം ഉയർന്ന ഒരു ജാതി തന്നെ. അവര് അഹമ്മദാബാദ് ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി അവര് വിട്ടു. തിരിച്ചു കൊണ്ടുപോക്കാൻ നിങ്ങൾ പൈസ കളയേണ്ട, ഇവർ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ലിവർ അവരുടെ ഡാമേജ് ആയിപ്പോയി. അവരിങ്ങനെ വരുന്ന വഴിക്ക് ഹെർവാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി ചായ കുടിക്കാനായിട്ട്. അപ്പം ചായ അവരൊക്കെ കുടിച്ചപ്പം ഈ രോഗിയെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അകത്തുണ്ട്. അവർക്കൂടെ ഒരു കപ്പ് ചായ കൊടുക്കാൻ പറഞ്ഞ് ഒരു ആളെ ഇങ്ങോട്ടുണ്ട്. ആ കടയിൽ തന്നെ പണി ചെയ്യുന്നവരാണ്. ആ വ്യക്തി വന്നപ്പോ ഇങ്ങനെ ശവം പോലെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെ എന്തുവാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഞങ്ങള് തിരിച്ചു കൊണ്ടുപോവാ. എവിടാന്ന് ചോദിച്ചത് ഉദയപൂരിലാണെങ്കിൽ അവിടെ സഞ്ജയ് പാർക്കിൽ ഒരു ചർച്ചുണ്ട്, അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ മതി. നേരിട്ട് അവർ ഈ ആംബുലൻസുമായിട്ട് ഇവിടെ വന്നു. കേരവാടായിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ എടുത്താണ് ഇവിടെ എത്താൻ. ഇവിടെ വന്ന് ഈ ആംബുലൻസ് കണ്ടപ്പം പേടിച്ചു പോയി. ഞാൻ ചെന്ന് എന്താ ഏതാന്ന് ചോദിച്ചപ്പോ ഈ രോഗിയെ ഞങ്ങൾ ഇങ്ങനെ കേരവാടായിൽ ചായക്കടക്കാരൻ പറഞ്ഞു വിട്ടതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്തപ്പോൾ കുടിച്ചു. ചായ ഉണ്ടാക്കി കുടിച്ചു.
പറ്റൂ. അനേക ദിവസങ്ങൾക്ക് ശരി ഡ്രിപ്പ് അല്ലാതെ ഒന്നും ആ സ്ത്രീ വായിക്കൂടെ ഇറക്കത്തില്ല. ദൈവം ആ സ്ത്രീയെ സൗഖ്യമാക്കി. ഇന്ന് അവര് ഒരു തീ പിടിച്ച ഒരു സുവിശേഷകൻ. ആരും സുവിശേഷ പ്രവർത്തകയായിട്ട് അവർക്ക് ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ കുത്തിയിരിക്കാൻ നേരമില്ല. അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരുടെ ജാതിയിലുള്ളവർ, അവരുടെ ഫ്രണ്ട്സ് അവരെ വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കുക. ദൈവം സൗഖ്യമാക്കുക. സോ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം തന്നിൽ വിശ്വസിക്കുന്നവരെ ആദരിക്കുന്ന ദൈവം, ആ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവം, ദൈവത്തിന് മഹത്വം മറ്റാർക്കും കൊടുക്കാതെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവം. അതുകൊണ്ട് ധാരാളം മുഖപക്ഷം പറ്റും. നിശ്ചയമായിട്ടും ചെറുപ്പത്തിൽ ആന്റി ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി പോരാടിയ സുവിശേഷ രണാങ്കണത്തിൽ വളരെ ശക്തമായി നിന്ന ഒരു കുടുംബം, കർത്താവ് അവർ വിതച്ച വിത്തുകളെല്ലാം ഫലമായി വലിയ കൊയ്ത്തായിട്ട് ഇന്ന് വടക്കേ ഇന്ത്യൻ വയലുകളിൽ വിളയുന്നു. ധാരാളം ആത്മാക്കൾ, ധാരാളം സഭകൾ, ധാരാളം സുവിശേഷ പ്രവർത്തകർ ഇന്ന് കർത്താവ് നമുക്ക് നൽകി. പ്രത്യേകിച്ച് പ്രിയ ആന്റിയെ ഓർത്ത്, അങ്കിളിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു സമയം ഇത്രയും മനോഹരമായ അനുഭവങ്ങൾ, അനേകരെ ചലഞ്ച് ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് കൂടുതലായിട്ട് ആരോഗ്യവും ബലവും തരട്ടെ. അനേകം പേരേക്ക് ഒരു ധൈര്യമായി തീരാൻ, സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ചാലക ശക്തിയായി നിൽക്കാൻ, വഴികാട്ടിയായി നിൽക്കാൻ പ്രിയ ആന്റിക്ക് കൂടുതൽ ആരോഗ്യവും ബലവും കർത്താവ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.